ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ ലിയാഖത്തിന്റെ ഒരു വീഡിയോ കേട്ട് വിളിക്കുക. ആ ഒരു സ്ത്രീയായിട്ട് സംസാരിക്കുന്ന കേട്ടു. പിന്നെ വൽമുസനാത്ത് 5-ാമത്തെ ജുസില് 24-ാമത്തെ ആയത്ത്. 4:34. അതിലെന്താ പ്രത്യേകിച്ച് ഇങ്ങനെ ഖുർആനെ നിഷേധിക്കാൻ മാത്രമുള്ള മുഹസനാത്ത് മിനൻ നിസായി. ആ അത് 4:24 തന്നെ. മുഹസനാത്ത് മിനൻ നിസായി ഇല്ലാമ മലക്കത്ത് അയ്മാനുക്കും. ആ എന്തിന്റെ അർത്ഥം? അതിലെന്താ അതില് പ്രത്യേകിച്ച്? അതിലെന്താ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അർത്ഥം സ്ത്രീയെ സ്വീകരിക്കാൻ മാറ് കൊടുത്ത് സ്വീകരിക്കണം എന്നുള്ളതല്ലേ? അൽ മുഹസനാത്ത് മിനൻ നിസായി ഇല്ലാമ മലക്കത്ത് അയ്മാനുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ? ഞാനത് ഒരു നോക്കിയിട്ടേ ഉള്ളൂ. ഒന്ന് നോക്കിയേക്കാണി. ഇപ്പൊ ഒന്ന് നോക്കിക്കോളി. ഇപ്പൊ തന്നെ നമുക്ക് നോക്കാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നോക്കട്ടെ. ഞാൻ അന്നേരം ചിലൊരു പ്രത്യേകത ഒന്നും തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ വിളിച്ചു. അപ്പൊ ഞാൻ പ്രത്യേകത ഒന്നുമില്ല അതിനകത്ത്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ഏറ്റവും മോശമായിട്ടുള്ള ഖുറാനിലെ ഏറ്റവും മോശമായിട്ടുള്ള വചനങ്ങളിൽ ഒന്നാണത്. അതിൽ സ്ത്രീ വിരുദ്ധത എനിക്കൊന്നും അനുഭവപ്പെട്ടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ്. ഞാൻ പറഞ്ഞുതരാം. അത് സ്ത്രീ വിരുദ്ധത എന്താണ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാവണ പോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമാവും. ഞാൻ ആദ്യം ലളിതമായിട്ട് പറഞ്ഞുതരാം. തീരെ മനസ്സിലാവണില്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണ പോലത്തെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം ആ ഖുറാൻ വചനം ഒന്ന്, നിങ്ങളത് മുസാഫിന്റെ പരിഭാഷ ഉണ്ടോ? കയ്യിലുണ്ടോ ഖുറാന്റെ പരിഭാഷ? പരിഭാഷ ഉണ്ട്. അതിന്റെ അർത്ഥം ഇതിൽ പറയുന്നത് വിവാഹബന്ധത്തിൽ ഇരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, മറ്റുള്ളവരുടെ വിവാഹബന്ധത്തിൽ ഇരിക്കുന്ന സ്ത്രീകൾ. അങ്ങനെ പറയുമ്പോഴേ ശരിയാവുള്ളൂ. നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയവർ അടിമസ്ത്രീകൾ ഒഴികെ. എന്താ അതിന്റെ അർത്ഥം? അടിമസ്ത്രീ അന്നൊക്കെ അടിമസ്ത്രീ ഉണ്ടായിരുന്നു. അല്ല ആയിക്കോട്ടെ, അടിമസ്ത്രീ ഉണ്ടായിക്കോട്ടെ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അടിമസ്ത്രീകൾ അടിമസ്ത്രീകളങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതായിരിക്കും. എന്തുണ്ടെങ്കിലും ഭർത്താവ് മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിൽ ഇരിക്കുന്ന അടിമസ്ത്രീ ആണെങ്കിലും കുഴപ്പമില്ലാന്നല്ലേ? കൈകൾ ഉടമപ്പെടുത്തിയവർ നമ്മൾ അടിമസ്ത്രീകളാണെങ്കിൽ നല്ലേ, മറ്റുള്ളവർക്ക് നല്ലല്ലോ അവിടെ ഉള്ളത്. അതായത് ഇത് ആരോടാ പറയണത്? പുരുഷനോടാ പറയണത്. പുരുഷനോടാ പറയുന്നത്. ഉടമപ്പെടുത്തിയവർ പുരുഷനോട് പറയാണ്. ഞാൻ പറഞ്ഞ വേറെ ഭർത്താവ് എന്നാണ് പറയുന്നില്ല. നിങ്ങളെ കൈകൾ ഉടമപ്പെടുത്തി എന്ന് പറയുമ്പോ അവരെ അടിമസ്ത്രീകൾ എന്നാ പറയുന്നത്. ആയിക്കോട്ടെ, അതന്നെ ഞാൻ പറഞ്ഞുതരാം. 4:24 അല്ലേ? അതായത് മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഒഴികെ എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകൾ ഒഴികെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കയ്യിലുള്ള അടിമ സ്ത്രീകൾ മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല എന്നാണ്. അതാണ് എന്റെ മലയാളം. മലയാളം ഒന്നുകൂടി വായിച്ചു നോക്കി. അതായത് മറ്റുള്ള ഒരാളുമായിട്ടുള്ള കരാറിലിരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് നിഷിദ്ധമാണ്, പുരുഷനോട് പറയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടിമ സ്ത്രീകൾ ഒഴികെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിമ സ്ത്രീകൾ ഇനി വേറൊരാളുമായിട്ട് വിവാഹ ബന്ധത്തിലിരിക്കണമെങ്കിൽ കുഴപ്പമില്ല. കൈകൾ ഉടമപ്പെടുത്തിയവർ അവരിങ്ങ് വാങ്ങിയ അടിമ സ്ത്രീകളായിരിക്കും. അതാണ് ഇതിന്റെ പശ്ചാത്തലം ഉണ്ട്. ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പ്രശ്നം എന്താന്ന് മനസ്സിലാവാത്തത്. ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത് പിന്നെ ഇത് തബൂക്കാണോ ഔത്താസ് ആണ്. ഔത്താസ് യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധം ഒന്നുമല്ല, ഒരു ഗോത്രത്തെ ആക്രമിച്ച് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ പിടിച്ചെടുത്ത സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതിൽ ചില സഹാബിമാർക്ക് ആശയക്കുഴപ്പം. കാരണം അവരുടെ ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുന്നുണ്ട്. അതായത് ഈ അടിമകളായി പിടിച്ച കൂട്ടത്തില് ഭാര്യയും ഭർത്താവുമായിട്ടുള്ളവരുണ്ട്. അപ്പൊ ഈ ഭർത്തൃമതികളായിട്ടുള്ള സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാന് സഹാബിമാരിൽ ചിലർക്ക് വൈമനസ്സുണ്ടായി. അപ്പോൾ മുഹമ്മദ് നബിനോട് ചോദിച്ചു, ഇങ്ങനെ പിന്നെ ഭർത്താക്കന്മാര് ജീവനോടുള്ള സ്ത്രീകളെ ഞങ്ങളെ വലങ്കൈ ഉടമപ്പെടുത്തിയവരുടെ കൂട്ടത്തിലുണ്ടല്ലോ, അപ്പൊ എന്തായി? അപ്പോ ഇറക്കി കൊടുത്ത ആയത്താണ് അത് കുഴപ്പമില്ല, ഓൽക്ക് മാപ്പിളാരുണ്ടെങ്കിലും കുഴപ്പമില്ലാന്ന്. ഇപ്പോഴും നിങ്ങൾക്ക് ഈ ആയത്തിൽ ഒരു കുഴപ്പം തോന്നുന്നില്ല? അന്നൊക്കെ അതായിരിക്കും, സ്ത്രീകളൊരു ഇല്ലാതെ ഉപയോഗിക്കുന്ന ഒരു കാലാണ്. പക്ഷെ പിന്നെ റസൂൽ അടിമ അതായത് ഈ വചനം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നബിനോട് പോയി ചോദിക്കാണ്. ആ സമയത്ത് കുഴപ്പമില്ല, ഓൽക്ക് മാപ്പിളാരുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ?
ഈ കാലത്ത് നമുക്കത് ഫോർ എക്സാമ്പിൾ വിചാരിച്ചാൽ കഴിയൂല. എക്സാമ്പിൾ ഈ കാലത്ത് നമുക്ക് അത് ആലോചിക്കാൻ പറ്റൂല. പക്ഷെ അന്നത്തെ കാലം എന്ന് വെച്ചാല് പെണ്ണിന് ഒരു വിലയില്ലാതെ ഇഷ്ടംപോലെ പെണ്ണിന് എന്തും ഞാൻ ചെയ്യാവുന്ന ചോദിക്കുന്നത് കാലഘട്ടത്തിലാണ്. പെണ്ണിന്റെ മനസ്സുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ, ഉം. ഭർത്താവുമായിട്ട് കിടന്നുറങ്ങിയ ഒരു ഗോത്രത്തെ പോയി ആക്രമിച്ച് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ചില പുരുഷന്മാരെയും പിടികൂടിയതില് പുരുഷനും സ്ത്രീയും ബാക്കിയായ സ്ത്രീകളിൽ നിന്ന് ഭർത്താവ് അപ്പുറത്ത് ഉണ്ടായിരിക്കെ ഈ സ്ത്രീയെ ഇത് വലങ്കൈ ഉടമപ്പെടുത്തി എന്നതിന്റെ പേരിൽ ഇസ്ലാമിലെ ഒരു ഭടൻ അല്ലെങ്കിൽ ഒരു 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 സംഘാംഗം ശാരീരിക അടിമസ്ത്രീകളെന്ന് പറയുന്നുണ്ട്. അടിമസ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അടിമസ്ത്രീ? അവര് അടിമ പിന്നെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്നതല്ല, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതല്ല. ഭർത്താവിനോടൊപ്പം സ്വതന്ത്രമായി ജീവിക്കുന്ന സ്ത്രീ, ഭർത്താവിന്റെ ഒപ്പം കിടന്നുറങ്ങിയ ഒരു സ്ത്രീനെ പതിയിരുന്ന് ആക്രമിച്ച് അവിടുത്തെ ആളുകളെയൊക്കെ കയ്യാമം വെച്ച് പിടികൂടുകയാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങളൊരു ഗോത്രത്തില് വേറെ ഒരു കൂട്ടർ ഒരു ഗോത്രത്തിൽ, ഇപ്പൊ നമ്മുടെ നാടിനെ ഒരു സംഘം ആളുകൾ ആക്രമിച്ചിട്ട് നിങ്ങളെ നിങ്ങളുടെ ഭർത്താവിനെയും പിടികൂടിയ ഒരു സംഘം ഇതേപോലത്തെ ഒരു നിയമം വെച്ചിട്ട് ഭർത്താവ് അവിടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കാം എന്നൊരു നിയമം ഒരാൾ അവിടുത്തെ നേതാവ് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? അന്ന് അടിമകൾക്ക് അത്രേ അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ. അതിക്കും ക്രൂരമായി അന്ന് അടിമത്തെ ഇത് അല്ല അള്ളാന്റെ ഇതില് ഞാൻ പറയുന്നുണ്ടല്ലോ. ചോദിക്കുന്നത് ഇവിടെ ഖുർആൻ എന്ന് പറയുന്ന ഇത് പറയൂ. നോക്ക് ഖുർആൻ എന്ന് ദിയാക്കത്തെ പറയുന്നത് ഒരു മിനിറ്റ് അടിമസ്ത്രീയെ ഖുർആൻ എന്ന് കളയുമെന്ന് പറയുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ അതിന്റെ നിങ്ങൾ ഇതിന് ചോദ്യത്തിന് പറഞ്ഞു തന്നാൽ മതി. പറയുന്നുണ്ട്. നിങ്ങൾ അത് ഇത് പറഞ്ഞാൽ മതി. നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ ഒരു സിനാരിയോയിൽ നിങ്ങളാണ് പെടുന്നെങ്കിൽ? അത് ഞാൻ പറഞ്ഞല്ലോ, അതിനേക്കാൾ അനുഭവിക്കുന്ന അത് സ്ത്രീകളായിരുന്നു പോട്ടെ, അന്ന്. അത് അന്ന് അവരെ വിടൂ. ഇപ്പൊ ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് അത് ഇന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റൂല, ശരിയാണ്. പക്ഷെ അതിന്റെ ചോദ്യം തന്നെ ഒരു പറയുന്നുണ്ട് മിനിറ്റ് അതിനപ്പുറമുള്ള സ്ത്രീകളുമായി അത് നിങ്ങളുടെ അതിലേക്ക് നമ്മൾ പോകാം. അത് അതിനേക്കാളും വലിയ പുലിവാലാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഖുർആനിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും മലീമസമായിട്ടുള്ള ആയത്താണിത്, ഏറ്റവും വൃത്തികെട്ട ആയത്ത്. നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ലോകത്തെ എല്ലാ കാലത്തും ഭർത്താവിനുമായിട്ട് സ്നേഹത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അവനവന്റെ കുടുംബമായിട്ട് സമാധാനത്തിൽ ജീവിക്കുന്ന എല്ലാ കാലത്തും എല്ലാ മനുഷ്യന്മാർക്കും ആണായാലും പെണ്ണായാലും അംഗീകരിക്കാൻ പറ്റാത്തതും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സാധനമാണിത്, ഇതുപോലത്തെ ഒരു അക്രമം. അപ്പൊ നിങ്ങൾ പറയുന്നത് ആ കാലത്ത് അതിനേക്കാളും പ്രശ്നങ്ങൾ അടിമകൾ അനുഭവിച്ചിരുന്നു എന്നാണ്. നോക്കൂ, ഇവര് അടിമകളായിരുന്നില്ല. ഇവര് കിടന്നുറങ്ങുമ്പോ സ്വതന്ത്രരായിട്ട് കിടന്നുറങ്ങിയ ആൾക്കാരാണ്. അവരാരുടെ അടിമകളായിരുന്നില്ല. അങ്ങനാണെങ്കിൽ അടിമ സ്ത്രീകളെന്ന് ഇവിടെ കൊടുക്കുകയും ചെയ്തു. അതിന്റെ ചോട്ടിൽ തന്നെ അടിമ സ്ത്രീകൾ ആക്കിയെടുക്കുകയാണ്. അല്ലാത്ത കിടന്നുറങ്ങുന്ന സ്ത്രീകളെ പറ്റി സ്വതന്ത്രമായ പറയുന്നുണ്ടല്ലോ. സ്ത്രീകൾ, സ്വതന്ത്രരായ സ്ത്രീ പുരുഷന്മാര് അന്നത്തെ സ്വതന്ത്രം വ്യവസ്ഥ. പറയുന്നില്ല. പറയട്ടെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നിങ്ങൾ നല്ലോണം ആലോചിച്ചോളി. ഒരു ഗോത്രം സ്വതന്ത്രമായി ജീവിക്കുന്ന മനുഷ്യർ, അവർ അടിമകളെ അല്ല. അങ്ങനെ ആകുമ്പോ ഇതിന്റെ ബേക്കിൽ ഇത് വരേണ്ട ആവശ്യമല്ല. ഈ അടിമകളാക്കുന്നതാണ് മുഹമ്മദ് നബി. അല്ല, അതോട് യോജിച്ചോണ്ട് പറയുന്നുണ്ടല്ലോ, അതിനപ്പുറമുള്ള സ്ത്രീകളുമായി അതിലേക്ക് നമുക്ക് പോകാം. അത് ഇതിനേക്കാളും മാരകമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇതല്ല ഞാൻ ചോദിക്കുന്നത്. സ്വതന്ത്രമായി അന്നത്തെ നിങ്ങൾ പറയണ അന്നത്തെ വ്യവസ്ഥിതിയിൽ സ്വതന്ത്ര മനുഷ്യന്മാരായിരുന്നു അവർ അടിമകളായിരുന്നില്ല. സ്വതന്ത്രമായി ജീവിക്കുന്ന സ്വതന്ത്രരായ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കല്യാണം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ പോയിട്ട് ഒരു ഗോത്രത്തിൽ പോയി അവിടുത്തെ മനുഷ്യന്മാരെ പിടികൂടിയിട്ട് സ്വതന്ത്രരായി ഇന്നലെ വരെ ജീവിച്ച സ്ത്രീകളെ അടിമകളായി പ്രഖ്യാപിക്കുന്നത് ഈ മുഹമ്മദ് നബി സംഘമാണ്. ഇതിന്റെ പശ്ചാത്തലം എവിടെയുള്ളത്? ഹദീസിലുണ്ട്. കാരണം ഇത് അല്ലാതെ തന്നെ സ്ത്രീകളെ പറ്റിയുള്ള നിയമങ്ങൾ ഓരോന്നും ഇതിൽ ഞാൻ പറഞ്ഞു, ഇത് തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ലേ, ഇത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് ഒന്നാമത്തെ പോയിന്റ്. എന്നിട്ട് ഈ സ്ത്രീകളെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ അവിടുത്തെ സഹാബിമാരിൽ ചിലർക്ക് വൈമനസ്യം. കാരണം അവരുടെ ഭർത്താവ് അപ്പുറത്ത് നിൽക്കുമ്പോ എങ്ങനെയാന്ന് അപ്പൊ ഇറക്കി കൊടുത്ത ആയത്താണ്, അത് കുഴപ്പമില്ലാന്ന്. ഇത് നിങ്ങൾ പറയണത് ഇനിയിപ്പോ ഇങ്ങനെ അടിമകളാക്കി പിടിച്ചതിന് ശേഷം അന്നത്തെ അടിമകളുടെ അവസ്ഥ, ഇത് അന്നത്തെ അടിമകളുടെ അവസ്ഥ അനുസരിച്ച് അന്നത്തെ ഗോത്ര നേതാവ് പറഞ്ഞ നിയമമാണോ, അതോ ഇത് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് ഏറ്റവും ഉത്തമമായ മാർഗം നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി അള്ള കൊടുത്തയച്ച കിതാബാണോ? ഇത് ലോകാവസാനം വരെ ഉള്ളവർക്ക് നമുക്ക് അതിൽ ഈ സാധനം ഉണ്ടാകാൻ പാടുണ്ടോ? ആ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിയ കുറെ ആയത്തുകൾ ഉണ്ടാവും. ഇതാ സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്താണോ? ഇതാ സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്തല്ല. ഇന്നും എന്നും എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമായ നിയമമാണിത്. അങ്ങനല്ല. പിന്നെ ഭർത്തൃമതികളായിട്ടുള്ള സ്ത്രീകൾ, മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഒഴികെ എന്ന് പറഞ്ഞാൽ അത് ഇന്നും ഇന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇന്ന് മുസ്ലിം ചെയ്യുന്നത് ഇന്നും ഇസ്ലാമിൽ അനുവദനീയമാണ് എന്നാണ് ഈ പറഞ്ഞത്.
ഇനിയാണെങ്കിൽ മുസ്ലിങ്ങൾ അത് ചെയ്യാഞ്ഞല്ലോ. അതല്ല എന്നുള്ളത് ചെയ്യുന്ന മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ഥലങ്ങളുണ്ട്. അതല്ല അടിമം ഇപ്പോഴും, അതായത് രാഷ്ട്രങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും അടിമത്തം നിലനിൽക്കുന്ന സമൂഹങ്ങളുണ്ട് ഇപ്പോഴും. അതെവിടാ? നിങ്ങൾക്ക് ഈ സൗദി അറേബ്യയിൽ എന്നാ അടിമത്തം ഇല്ലാണ്ടായി നിങ്ങൾക്ക് അറിയോ? എനിക്ക് അത്ര വിശദമായിട്ടൊന്നും അറിയില്ല. അതായത് ഒരു 100 കൊല്ലം പോലും ആയിട്ടില്ല എന്നർത്ഥം. മീൻസ് 50-60 കൊല്ലം ആവുന്നുള്ളൂ. അതുവരെ ഇതൊക്കെ ഇസ്ലാമിക നിയമമാണ്. ഈ 60 കൊല്ലം മുമ്പ് വരെ നടന്നിരുന്നു എന്നത്, ഖുറാനിൽ ഇങ്ങനത്തെ വചനമുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൽ ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ല? അതോ ഈ 50 കൊല്ലം മുമ്പ് കാലഹരണപ്പെട്ടോ ഈ ഖുറാൻ വചനം? ഒന്ന്. അപ്പൊ ഇത് അത്രമേൽ സ്ത്രീ വിരുദ്ധമായ, ഭർത്തൃമതിയായിട്ടുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്തോളാൻ അനുവാദം കൊടുക്കുന്ന ഖുറാൻ വചനാണ്. അതിന് വേറെ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? ഒരു കുടുംബത്തിൽ ആക്രമിച്ച് കടന്നു ചെന്ന് അവിടുത്തെ ആളുകളെ ബന്ദികളാക്കി പിടിച്ചിട്ട് അവിടുത്തെ സ്ത്രീകളെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അനുവാദം കിട്ടിയ ആളുകളിൽ തന്നെ ചിലർക്ക് ഭർത്തൃമതികളായിട്ടുള്ള സ്ത്രീകളുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരു വൈക്ലഭ്യം തോന്നിയപ്പം ആ വൈക്ലഭ്യം മാറ്റി കൊടുക്കാൻ വേണ്ടി അള്ളാഹ് ഇറക്കി കൊടുത്ത ആയത്താണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖുർആനിൽ ഇത്രയും മ്ലേച്ഛമായ വേറെ ആയത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിന്റെ രണ്ടാം ഭാഗം നോക്കുങ്ങള്. ഈ ആയത്തിന്റെ രണ്ടാം ഭാഗത്തിൽ പറയണത് എന്താ? ഈ ആയത്തിന്റെ രണ്ടാം ഭാഗത്തിൽ പറയുന്നത് അതിനപ്പുറമുള്ള സ്ത്രീകളെ, അതായത് അതിനും അപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും സ്ത്രീകളെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ട് അത് തേടുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാന്ന്. മഹറായി നൽകിക്കൊണ്ട് വിവാഹബന്ധം തേടുന്നത്. എന്ത് വിവാഹബന്ധം തേടുന്നത്? ഇതാണ് പൈസ കൊടുത്ത് ശാരീരിക സുഖം വില കൊടുത്ത് വാങ്ങിയിരുന്ന മുത്തഴ കല്യാണത്തിന്റെ ആയത്തിന്റെ തെളിവ്. നിങ്ങൾ വൈവാഹിക ജീവിതം ലക്ഷ്യമാക്കുന്നവരായിരിക്കണം. ആയിരിക്കണം. പൈസ കൊടുത്തിട്ട് വൈവാഹിക ജീവിതം എന്നല്ല ഇതില് അവിടെ മഹറാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ താഴെ തന്നെ പറയുന്നുണ്ട്, നീചവൃത്തി ആഗ്രഹിക്കുന്ന അവരിൽ നിന്ന് നിങ്ങൾ ആസ്വദിച്ചവർക്ക് അവരുടെ വിവാഹ മൂല്യം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ടതാണ്. ഇതാണ് ഇസ്ലാമിലെ മഹർ. ആണോ നിങ്ങൾക്ക് മഹർ കിട്ടിയത് ഈ രീതിയിലാണോ? ഒരു ബാധ്യത മഹർ കൊടുത്തിട്ട് മഹർ കൊടുത്തിട്ടല്ലേ, അല്ലാതെ സുഖം അനുഭവിച്ചതിന് ശേഷം കൊടുക്കുന്ന ബാധ്യതയല്ലല്ലോ മഹർ. അല്ലല്ലോ, നിക്കാഹിന്റെ സമയത്ത് കൊടുക്കേണ്ടുന്ന ബാധ്യതയാണ് മഹർ അല്ലെ? ഇവിടെ പറയണത് എന്താ നോക്കി. ഇവിടെ പറയുന്നത് അതിനപ്പുറമുള്ള സ്ത്രീകള്, ഇത് കല്യാണം കഴിക്കാൻ അനുവാദമുള്ള സ്ത്രീകളെ കുറിച്ചല്ല പറയുന്നത്, ശാരീരിക ബന്ധം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. അടിമ സ്ത്രീകളല്ലാത്ത സ്ത്രീകളെ വിവാഹമൂല്യം കൊടുത്തിട്ട് കഴിക്കണം. അവനും എന്റെ ഭാര്യ, അത് ഭാര്യയല്ലേ? ഭാര്യനോട് ശാരീരിക ബന്ധം പുലർത്താൻ പ്രത്യേകം ഖുറാനിൽ വേറെ ആയത്ത് അനുവാദം കൊടുക്കണം. ഭാര്യ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തണമെങ്കിൽ മഹറായി കൊടുത്ത വിവാഹബന്ധം ആക്കിയതിനു ശേഷം. എന്ത് വിവാഹബന്ധം? മഹറായി കൊടുത്തിട്ട് വിവാഹബന്ധം ആക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതിനപ്പുറമുള്ള വല്ല സ്ത്രീകളിൽ നിന്നും നിങ്ങളുടെ ധനം മഹറായി നൽകിക്കൊണ്ട് നിങ്ങൾ വിവാഹബന്ധം തേടുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവരിൽ നിന്ന് നിങ്ങൾ ആസ്വദിച്ചവർക്ക്, അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ നിശ്ചയിച്ച വിവാഹ മൂല്യം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ടേംസ് ആദ്യം സംസാരിക്കുന്നു, ബന്ധത്തിലേക്ക് പോകുന്നു, അതിനുശേഷം പറഞ്ഞ ടേംസ് ഉറപ്പിച്ചിട്ട് പൈസ കൊടുക്കുന്നു. അതന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വ്യഭിചാരങ്ങൾ. മീൻസ് ഈ പറയുന്ന വ്യഭിചാരശാലകൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ബ്രോത്തൽസിലൊക്കെ നടക്കുന്ന അതാണ്. ഈ ബ്രോത്തൽസിലൊക്കെ അല്ല, അത് വൈവാഹിക ജീവിതം ആഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ അനുവദിക്കപ്പെട്ട നിയമം. ഇതാണ് മുത്തഴ കല്യാണത്തിന്റെ തെളിവ്. 2 ദിവസത്തിന്, 3 ദിവസത്തിന്, ഒരാഴ്ചക്ക്, 15 ദിവസത്തിന് ഇത്ര റുപ്യ. നിങ്ങൾ ഈ വിവാദമായത് മാത്രം ഇതിപ്പോ നിങ്ങളല്ലേ എടുത്തോണ്ട്, ഞാനല്ലല്ലോ. അല്ല, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ നോക്കി, എനിക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇത് ചെറിയ ഓരോന്ന് മാത്രം? ഇത് ചെറുതാണോ? ഇത് നിങ്ങൾക്ക് ചെറുതായിട്ടാ തോന്നുന്നത്? പക്ഷെ നമ്മളാരും ജീവിതത്തെ ഭാഗിയാക്കുന്നില്ലല്ലോ. ഇത് അള്ളാന്റെ കിതാബിലുണ്ടോ? കിതാബിലുള്ള അന്നത്തെ ആ സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്തായിരിക്കും. അപ്പൊ ഈ ആയത്ത് കാലഹരണപ്പെട്ടു എന്നാണ് നിങ്ങൾ പറയുന്നത്? അതൊക്കെ കാലഹരണപ്പെടുന്നതല്ലേ? ഇതൊക്കെ കാലഹരണപ്പെടുന്ന അത്രയാനും പറഞ്ഞിട്ടുള്ളേ, അത്രയാണ് പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരോട് പറയാൻ പറ്റില്ല എന്നേ ഞാനും പറഞ്ഞിട്ടുള്ളൂ.
നിങ്ങളെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം സംസാരിക്കുന്നതിൽ, കാരണം നല്ല ക്ഷമയുണ്ട്. ക്ഷമയോടുകൂടിയാ സംസാരിക്കുന്നത്. ഈ സംസാരങ്ങൾ ഇസ്ലാമിന് വേണ്ടി അതന്നെ. ഈ സംസാരം ഇസ്ലാമിന് വേണ്ടി നിങ്ങൾ സംസാരിച്ചാൽ എന്തൊരു ഉപകാരമായി. ഞാൻ ഒരുപാട് ഈ ഖുർആൻ വചനം ന്യായീകരിക്കാൻ ഞാൻ സംസാരിക്കണോ? ഇത് ന്യായീകരിക്കണ്ടെങ്കിൽ ഇത് ഇങ്ങനെ എടുത്ത് പറയുകയും വേണ്ട, വേറെ ഉള്ളവരോട് ഇല്ല നല്ലേ പറയും. ഇതിലുള്ള നല്ലത് അപ്പുറത്തുണ്ടായില്ല. ഇപ്പൊ നമ്മള് വലിയൊരു കലം ബിരിയാണി ഉണ്ടാക്കിയിട്ട് അത് കണ്ടിരിക്കാൻ വന്ന കാക്ക അതിനകത്ത് കപ്പിട്ട കഴിഞ്ഞില്ലേ കഥ. പിന്നെ നമ്മള് ആ അപ്പിമക്ക് നമ്മള് നോക്കണ്ട, നമ്മളാ ബിരിയാണി മക്ക് നോക്കിയാൽ മതി എന്ന് പറയോ? അല്ല, അപ്പിട്ട് അങ്ങ് എടുത്തിട്ടാളയാ നല്ല അങ്ങനെ എടുത്തു നോക്കിയാൽ ലാസ്റ്റ് ചെമ്പ് ബിരിയാണി ചെമ്പ് മാത്രമേ ബാക്കിയുള്ളൂ ഇതിനകത്ത്. അതാ പ്രശ്നം. അങ്ങനൊന്നല്ല, എത്ര നല്ല കാര്യങ്ങൾ മോനെ. ഖുർആനിൽ ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർക്ക് ഉപകാരമില്ലാത്തതും ആവശ്യമില്ലാത്തതും അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഖുർആൻ വചനങ്ങൾ ഓരോന്ന് നമ്മൾ എടുത്തു മാറ്റിയിട്ട് അതിനെ കുറിച്ച് ഇപ്പൊ മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു 50 എണ്ണം കിട്ടിയ ഭാഗ്യം. 50 100 എന്തോരുണ്ട് ഖുർആനില് നല്ലതായത്തുകൾ. നിങ്ങളൊരു പരീക്ഷണം നടത്തി നോക്കി. നമ്മൾ അതിനെ ആഴത്തിൽ വിശകലനം ചെയ്യണം. ഇതിന്റെ ഉദ്ദേശം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ മാ അൻഹു മാലുഹു വ മകസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. അതേ പിന്നെ അബൂലഹബിനെ ആക്ഷേപിക്കുന്ന എന്താ ഖുർആൻ വചനത്തിന്റെ ഇന്നത്തെ കാലത്തെ പ്രസക്തി? ആ സൂറത്തിന് എടുത്ത് കളയണ്ടേ? ഞാൻ ശരിക്കും പറഞ്ഞ ആ സൂറത്ത് ഓതല്ല, നമസ്കാരത്തിലൊന്നും ആ സൂറത്ത് ഞാൻ പറഞ്ഞത് ഖുർആനത്തെ ഒരു സൂറത്തന്നെ പോയില്ലേ? അത് അന്നത്രേ അബൂലഹബ് ഓതാൻ പറ്റുമോ? അത് ഓതാൻ പറ്റും. എന്താ അർത്ഥം? അത് മനക്കാൻ അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്ന ആദ്യം വാലറ്റവനായിരുന്നു എന്നൊക്കെയുള്ള അർത്ഥം. എനിക്ക് ശരിക്കും അർത്ഥം അറിയില്ല കേട്ടോ, എന്നാലും ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. റസൂലിന് അനുഗ്രഹം കൊടുത്തത് പറയല്ലേ ഇന്നാത്തേനാക്കൽ കൗസർ അല്ല, അത് വേറൊരുത്തനെ എന്താ പറയാ ചീത്ത വിളിക്കണേ. ഓൻ തന്നെയാണ് അതങ്ങനെ ഇന്ന ആറ്റേനാക്കൽ കൗസർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിനക്ക് നാം ധാരാളമായ നേട്ടം നൽകിയിരിക്കുന്നു. ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. റബ്ബിക വന്നർ എന്ന് പറഞ്ഞാല് കാരണം റസൂലിനെ വാലറ്റമെന്ന് കുറെ ആക്ഷേപിച്ച റസൂലിന്റെ മക്കളൊക്കെ മരിച്ചപ്പോ കഴിഞ്ഞില്ലേ? അല്ല ഞാൻ പറഞ്ഞപ്പോ ഒരാള് എന്റെ തന്തക്ക് വിളിച്ചു, ഞാൻ തിരിച്ച് അയാളെ തന്തക്ക് വിളിച്ചു, നിങ്ങൾ സമ്മതിക്കും എന്നെ? ഓനും എന്റെ വിവരക്കേടുകൊണ്ട് ആശ്വസിപ്പിക്കാണ് അല്ലാഹു. എന്ത് ഇന്നൊരാള് ചീത്ത വിളിച്ചു, ഞാൻ ഓടിപ്പോയിട്ട് എന്റെ ഉപ്പാനോട് പറയാ ഓൻ ഇന്ന തന്തല്ലാത്തവനാന്ന് പറഞ്ഞു ഉപ്പ എന്ന് പറഞ്ഞ എന്റെ ഉപ്പ പറയാം, എന്റെ ഉപ്പാന്റെ കുട്ടി പേടിക്കണ്ട, ഓൻ തന്നെയാണ് ഇപ്പൊ അല്ലാത്തന്ന് പറയാം എന്റെ ഉപ്പ. നിങ്ങളെ മകൻ നിങ്ങളടുത്ത് വന്നിട്ട് പറയാം, ചെറിയ കുട്ടിയാണ്, നിങ്ങളെ മകൻ വന്നിട്ട് പറയാണ് പിന്നെ അയലോക്കത്തെ ഇന്ന കാക്ക ഇന്ന തന്തല്ലാത്തവനെന്ന് വിളിച്ചു. അപ്പൊ നിങ്ങളെ കുട്ടീനെ സമാധാനിപ്പിക്കാൻ പറയോ? അത് എന്റെ കുട്ടി കാര്യാക്കണ്ട, ഓന്റെ കുട്ടി തന്നെയാണ് തന്തല്ലാത്തവൻ നിങ്ങൾ പറയോ? കുട്ടീനോട് ഇതിങ്ങനെ മനസ്സിലാക്കി. കാരണം റസൂല് വിഷമിച്ചിരിക്കുക. റസൂലിന്റെ എത്ര 6 മക്കളോ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു, ആൺകുട്ടികളൊക്കെ മരിച്ചു പോയി. മരിപ്പിച്ച ആളല്ലേ. അപ്പൊ ഈ അബൂലഹബാണോ പറഞ്ഞേ? ഓർമ്മല്ല. ഞാൻ ചോദിക്കുന്നത് പറയുവോ? ഒരുത്തൻ വിവരക്കോടോണ്ട് ചീത്ത വിളിക്കുമ്പോ അയാളെ കുറിച്ച് അതേ ചീത്ത വേറൊരാൾ വിളിക്കോ തിരിച്ചു? ഇപ്പൊ എന്നെ എത്രയോ ആള് തെറി വിളിക്കണേ, ഞാൻ ഓലെ തെറി വിളിക്കണോ? പറയുന്ന കേക്ക് ഈ മക്കൾ മരിച്ചപ്പോ റസൂൽ ഇങ്ങനെ ദുഃഖിച്ച് വിഷമം മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ലേ? അപ്പൊ റസൂലിനെ ആശ്വസിപ്പിക്കാണ് അല്ലാഹ്, അവൻ തന്നെ വാലറ്റവൻ. നിങ്ങളെ കുട്ടീനോട് നിങ്ങളെ കുട്ടി നിങ്ങളെ വിളിത്ത് വന്ന് വിഷമം പറഞ്ഞാൽ നിങ്ങൾ ഈ ജാതി ആശ്വസിപ്പിക്കുമെന്ന് വെച്ചേ. അതങ്ങനെ പറഞ്ഞാലെങ്ങനെ? ഇതുണ്ടല്ലോ, ഇത് സംഭവിച്ചു. അത് എനിക്കും നിങ്ങൾക്കും അറിയാം, കാരണം നമ്മൾ അങ്ങനെയല്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഈ ഖുർആൻ ആയത്തന്നല്ലേ ദുനിയാവിൽ സംഭവിച്ചതെന്ന്. കാരണം ഈ പറയപ്പെട്ട ആളെ ഒരാള് പോലും ഓർക്കുന്നില്ല, ഓൻ വാലറ്റ് പോയി. നേരെ മറിച്ച് ആൺകുട്ടികളൊന്നും ഇല്ലാത്ത റസൂലിന് അന്ന് തൊട്ട് ഇന്ന് വരെ ജനസമൂഹം നെഞ്ചിലേറ്റ് നടക്കുകയാണ്. സ്വലാത്ത് ചെല്ലാണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നില്ല റസൂലിന്റെ പേര് പറയപ്പെടുമ്പോ. അതുപോലെ റസൂൽ എത്ര ഇതായാണ് ജനഹൃദയങ്ങളിൽ നിൽക്കുന്നത്. അവർ അള്ളാഹ് പറഞ്ഞ പ്രാവർത്തികല്ലേ. വാലറ്റാണ് ഓൻ തന്നെ പറഞ്ഞ ഓൻ വാലറ്റ്, റസൂല് വാലറ്റിയില്ല. ഞാൻ പറഞ്ഞത് വാലറ്റ് ആരാ വാലറ്റത്? ആരാ വാലറ്റത് പറഞ്ഞ ആള്? എങ്ങനെ ആരോ ഓർക്കുന്നുണ്ടോ? റസൂലിനുണ്ട് എല്ലാരും. അയാള് പറഞ്ഞ കണക്കിൽ മുഹമ്മദ് നബി വാലറ്റില്ലേ?
വാലറ്റ് ഇല്ലല്ലോ. മുഹമ്മദ് നബിന്റെ പേര് ഇന്നും എല്ലാ പള്ളികളിൽ നിന്നും എല്ലാ നേരവും വാലറ്റ് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ എന്താ? നിൽക്കല്ലേ. വാലറ്റ് നമ്മളെ ഈ പറഞ്ഞ വാലറ്റ് പോകൽ പരമ്പര കാത്തു സൂക്ഷിക്കാൻ ഒരു ആൺതരി ഇല്ലാതായി പോയി, അതിനെ കുറിച്ചാണ്. ആ ആ ആന്തരി ഇല്ലെങ്കിലും വാലറ്റ് ഇല്ല എന്നുള്ളതാണ് അള്ളാഹു വാലറ്റല്ലോ, തെളിയിച്ചത്. മുഹമ്മദ് നബിയുടെ വാല് മുഹമ്മദ് നബിയോട് അറ്റുപോയി. അതെങ്ങനെ മുഹമ്മദ് നബി ഇന്ന് നിങ്ങൾ പറയും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കല്ലേ. ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ചല്ല. നിറഞ്ഞു നിൽക്കുന്നതല്ല, ഒരു സമയം പോലും റസൂലിന്റെ പേര് പറയപ്പെടാണ്ടിരിക്കുന്നില്ല. കാരണം അതുകൊണ്ടൊന്നും പല കാര്യം നാട്ടുകളിലും സംഗതി ആയിട്ട് പാരമ്പര്യം ബാങ്ക് അറ്റുപോയില്ലേ. പാരമ്പര്യം എങ്ങനെ അത് ആണില്ലാന്ന് ഇപ്പൊ വിചാരിച്ച് നമ്മുടെ പാരമ്പര്യം. നാട്ടിൽ കുറെ തങ്ങന്മാരുണ്ട്, നബിന്റെ പേരക്കുട്ടികളാണ്. ശുദ്ധാസംബന്ധം നോണയാണ് അവർ പറയണത്. പോലെ എങ്ങനെ നബിന്റെ പേരക്കുട്ടികളാവുക? പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ ഹസൻ റളിയല്ലാഹു ഹുസൈന്റെ കുട്ടികൾ എങ്ങനെ നബിന്റെ പേരക്കുട്ടികൾ? ഹസൻ ഹുസൈൻ നബിന്റെ പേരക്കുട്ടികളാണ്. ഹസന്റെ കുട്ടികൾ എങ്ങനെയാണ് മുഹമ്മദ് നബിന്റെ പേരക്കുട്ടിയാവുക? നിങ്ങളൊന്ന് പറഞ്ഞിരുന്ന പേരക്കുട്ടിയും മറ്റോലെ കുട്ടികളാകുമ്പോ അങ്ങനെ എങ്ങനെ കുടുംബബന്ധം പോവും? എങ്ങനെ പോവും? ആ ഹസനിലെത്തും. ബന്ധത്തിന്. ഹസന്റെ അവിടുന്ന് നേരെ അലിയിലേക്ക് ചാടും. അലീന്റെ അവിടുന്ന് പിന്നെ അബൂ താലിബിലേക്കല്ലേ പോവാ? അലിന്റെ അത് പിന്നെ പരമ്പര ഫാത്തിമാബി അങ്ങനെയല്ലേ റസൂലിന്റെ പറയാ. ഫാത്തിമാബി റസൂലിന്റെ മുഹമ്മദ് ബിൻ മോളല്ലേ. അബ്ദുല്ലാഹിബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അങ്ങനെ അങ്ങോട്ട് പോവല്ലേ. ഉം. വാപ്പാന്റെ വാപ്പ അങ്ങനെ. നമ്മളിപ്പോ ഇവിടുത്തെ തങ്ങന്മാരെ പേര് ഇങ്ങനെ പറഞ്ഞു പോയാല് ഹസനിലെത്തും. അതെന്തോ ഹസൻ ബിന് ആട്ടെ. അലിബിന് പക്ഷെ അബി താലിബ് ബിന് അബ്ദുൽ മുത്തലിബ് ബിൻ അങ്ങനെ പോയി. എവിടെ നബി? എവിടെ ഇതിനകത്ത്? ആയിക്കോട്ടെ, നബി എവിടെയല്ലേ മക്കളിലൂടെ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹു നബിന്റെ പദവി ഉയർത്തിയത് ഇങ്ങനാണ്. നീ നോക്ക്, ആയിക്കോട്ടെ. ഇത്ര ആയ റസൂങ്ങൾ ഞാൻ പറയും പറഞ്ഞത് പോലെ വെച്ചാല് കള്ളനും കൊള്ളക്കാരനും ആയ ഒരു റസൂൽ ഒരു ആയിരുന്നെങ്കിൽ ജാഹിലിയത്തിലുള്ള ഒരു മനുഷ്യൻ വിളിക്കുന്ന ചീത്തക്ക് സമാനമായിട്ടുള്ള ചീത്ത വിളിച്ചുകൊണ്ട് ആണോ അതാ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഒരാളെ ആശ്വസിപ്പിക്കുക? അതങ്ങനെ ചീത്ത വിളിച്ചതല്ല. അത് പിന്നെ വാലറ്റവൻ അവൻ തന്നെ. കാരണം ഓൻ വാലറ്റവൻ പറഞ്ഞ് റസൂലിനെ ആക്ഷേപിച്ചപ്പോ വാലറ്റവൻ അവൻ തന്നെയാണ്. ഇനി റസൂൽ വാലറ്റ് ഇല്ല, റസൂലിന് ധാരാളം അനുഗ്രഹം ഞാൻ തന്നിക്കെന്ന് പഠിച്ചവൻ പറയാണ്. കാരണം റസൂലിനോട് ആ അനുഗ്രഹം റസൂലിന് സമാധാനിപ്പിക്കണേ. കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം വേറൊരാൾക്ക് ഇനി പറയും, വേറൊരാൾക്ക് കയ്യോ റസൂലിന്റെ ഈ സ്ഥാനം ജനഹൃദയങ്ങളിൽ ഇങ്ങനെ ആവാൻ കയ്യോ? കാരണം റസൂലിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ജനങ്ങൾ. ഇത്രയും കള്ളക്കാരനോ കളവ് നടത്തുന്ന ഒരാളും ആയെങ്കിൽ റസൂൽ ഇത്ര ജനഹൃദയങ്ങൾ നിലനിൽക്കുകയോ ഇത്രയും കാലം? പിന്നെ ലോകാവസാനം വരെ റസൂൽ ഉണ്ടാവും, ഉറപ്പാ. നോക്കാം നമുക്ക്. ആ റസൂൽ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മള് മൂന്നാലാളിങ്ങനെ പറഞ്ഞു എത്രയോ ഇസ്ലാം കാലങ്ങളായിട്ട് ഇപ്പൊ നിശ്ചയമില്ലല്ലോ. ഹിറ്റ്ലറിന്റെ പേര് എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. എങ്ങനെ പരാമർശിക്കപ്പെടുന്നത് ഹിറ്റ്ലറിന്റെ പേര്? പരാമർശിക്കപ്പെടുന്നുണ്ടോ? പരാമർശിക്കപ്പെടുന്ന കൊള്ളക്കാരനായിട്ടല്ലേ? റസൂലിന് അങ്ങനാണോ പരാമർശിക്കപ്പെടുന്നത്? ആ അവസ്ഥയിലേക്ക് എത്തും ഈ പോക്ക് പോയാലേ. നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കണ്ടാക്കിയെങ്കിലും അങ്ങനെ ഒന്നും ആവൂല. എന്നാലും എന്താ ചെയ്യാ? അങ്ങനൊന്നും ആവൂല. നിങ്ങക്ക് ഞാൻ വേറൊരു ഖുർആൻ വചനം പറഞ്ഞിട്ട് എന്നാ ഇത് ചീത്ത വിളിച്ചതല്ല എന്നാണ് ഇപ്പൊ നിങ്ങള് പറഞ്ഞത്. ആ ഉം ആ നിങ്ങള് സൂറത്ത് 68-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനം നിർത്തുകയെ. 68-ാമത്തെ അധ്യായത്തില് 68-ാമത്തെ അധ്യായത്തില് 10-13 10 മുതൽ 13 വരെ. എന്നോട് കേട്ടാ പറഞ്ഞ നോമ്പൊക്കാൻ വരുന്നത് യാക്കത് എങ്ങനെ? ഞാനോ? എന്റെ ആദ്യം ഒരുത്തണ്ട് ഇവിടെ. ഞാനേ ഓനം കൊടുത്ത് അല്ലോടി പന്നെ വിളിച്ച. നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഒത്തിലും പഴുത്തതാലിക്ക് സനീം എന്നാണ് 68-13 ഒരു പഠിച്ചോൻ പറയണ വാക്കാണത്. സൂറത്ത് ഏതായെന്ന് പറയാം. സൂറത്ത് 68-ാമത്തെ അധ്യായം എന്ന് പറയുമ്പോ സൂറത്തുൽ കലം. അതെ, കലമില് 13-ാമത്തെ വചനം. അധികമായി സത്യം ചെയ്യുന്നവനും നീചനും കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും നന്മയ്ക്ക് തടസ്സം നിൽക്കുന്നവനും അതിക്രമ്യം മഹാഭാപിയും ക്രൂരനും അതിനു പുറമെ ദുഷ്കീർത്തി നേടിയവനുമായിട്ടുള്ള യാതൊരാളെയും നീ അനുസരിച്ച് പോകരുത്. അവൻ സ്വത്തും സന്താനങ്ങളും ഉള്ളവനായി എന്നതിനാൽ അവൻ അത്തരം നിലപാട് സ്വീകരിച്ചു. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവന് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവൻ പറയും പൂർവികന്മാരുടെ പുരാണ കഥകൾ എന്ന്. വയ്യ അവന്റെ തുമ്പിക്കൈമേൽ നാം അവന് അടയാളം വെക്കുന്നതാണ്. പിന്നെന്താ? എന്തായിരുന്നു? എന്താ തുമ്പിക്കൈ അടയാളം വെക്കാറ്? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. തനസിമോ അല്ലല്ല ഒർത്തുന്നുള്ള ഒത്തിലും പഴുത്തതാലിക്ക് സനീം നിങ്ങൾ കണ്ടില്ല അതില്? ഒത്തിലും പഴുത്തതാലിക സനീമ കണ്ട്. എന്താ സനീം പറഞ്ഞ? സനീം എന്ന് പറഞ്ഞാല് ഇതില് കൊടുത്തത് ദുഷ്കീർത്തി നേടിയാനോ? ദുഷ്കീർത്തി നേടുത്താനല്ല, തന്തക്ക് പറക്കാത്തതെന്നാണ് അർത്ഥം. പല തന്തക്ക് പറഞ്ഞവന്നൊക്കെ നമ്മളെ നാട്ടിൽ പറയില്ലേ? അതാണ് സനീം പറഞ്ഞ. വ്യഭിചാരത്തിലൂടെ ജനിച്ചവൻ, അവിഹിത സന്തതി എന്നൊക്കെയാണ് അർത്ഥം.
അങ്ങനെ ഒരു പഠിച്ചോൻ പറയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എന്താ? നിങ്ങൾ പറയും, നിങ്ങളെ പഠിച്ചവനല്ലേ, നിങ്ങളെ പഠിച്ചവൻ അങ്ങനെ പറയും. ഞങ്ങളെ പഠിച്ച നമ്മളെല്ലാരെയും പഠിച്ചവനുണ്ട്, പക്ഷെ ഇതിലൊക്കെ ചിലപ്പോ തെറ്റ് വരാൻ സാധ്യത ഇത് ഉണ്ട്. തെറ്റല്ല. ഇതൊക്കെ ഇതിപ്പോ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചാണ്. ദുഷ്കീർത്തി നേടിയവൻ പടച്ചോൻ തന്തക്ക് വിളിച്ചു എന്ന് പറയാൻ മടിയുള്ള ആൾക്കാർ ഇപ്പൊ മലയാളത്തിൽ എഴുതുമ്പോ ദുഷ്കീർത്തി നേടിയവൻ എന്ന് എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ ഇയാൾ ചെയ്ത തെറ്റ്? വലീദ് ബിൻ മുഗീറിനെ കുറിച്ചാണെന്നാണ് എന്റെ അഭിപ്രായം, എന്റെ ഒരു ഓർമ്മയായി വചനം. ആള് മുഹമ്മദ് നബീനെ അനുസരിച്ചില്ല, മുഹമ്മദ് നബി പറഞ്ഞത് വിശ്വസിച്ചില്ല, അതിനെ എതിർത്ത് സംസാരിച്ചു, വിമർശിച്ചു, അതിന് എതിർവാദങ്ങൾ ഉന്നയിച്ചു. അതിന് പറഞ്ഞ പേരാണത്. റസൂലിനെ ആശ്വസിപ്പിക്കായിരിക്കും അള്ളാഹു. അതാ ഞാൻ അത്രേ ചോദിച്ചത്, നിങ്ങളെ കുട്ടീനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ മകനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ അയലോകത്തെ മകൻ തന്തല്ലാത്തവനാന്ന് പറയോ? നമുക്കൊരു ധാർമ്മികത ഇല്ലേ? മറ്റോൻ എന്തോ പറഞ്ഞോട്ടെ, ഓന് വിവരമില്ലാത്തവനാണ്, ഓൻ അങ്ങനെ പലതും പറയും, എന്റെ കുട്ടിയെ നോക്കണ്ട, അതല്ലേ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയല്ലേ നമ്മളെ കുട്ടികളെ ആശ്വസിപ്പിക്കുക? അല്ലാതെ ഓൻ എന്നെ വിളിച്ചു ഓൻ നമ്മളെ കുട്ടീനെ വിളിച്ച തെറി നമ്മള് ഓന് പിന്നെ ആ കുട്ടീനെ വിളിച്ചിട്ടാണ് നമ്മളെ കുട്ടീനെ ആശ്വസിപ്പിക്കണേ? അല്ലല്ലോ. പിന്നെ ആ കുട്ടി നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് പ്രശ്നം. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ, ഇത് ആ കാലത്ത് ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് ആ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ച ഒരു അറബി നേതാവിന്റെ മനോവികാരങ്ങളാണ് ഖുറാനായിട്ട് കിടക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് പ്രപഞ്ചത്തിന് അപ്പുറത്തിരിക്കുന്ന എല്ലാം അറിയുന്ന സർവശക്തനും സർവജ്ഞാനിയുമായിട്ടുള്ള ഒരാളുടെ അല്ല, ജ്ഞാനമോ ബോധമോ ഒന്നും ഇതിനകത്തില്ല. ഇതിൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ പറ്റി ഓലെ കഥകളൊക്കെ പറയുന്നുണ്ട്. ഒരു അതൊക്കെ അക്ഷരാഭ്യാസം ഇല്ലാത്ത അതൊക്കെ റസൂലിനെ തൗറാത്തുനിന്ന് ഈച്ചക്കോപ്പി അടിച്ചു വെച്ചതാണ്. എങ്ങനെ കോപ്പി അടിക്കാൻ? റസൂല് പഠിച്ചിട്ടില്ല. പേര് പറയാത്ത ഒരു പ്രവാചകൻ നിങ്ങൾ ഇതിലൊന്ന് പറഞ്ഞേരി. റസൂൽ 1,25,000 ഒരു മിനിറ്റ് 1,25,000-ഓളം പ്രവാചകന്മാരുണ്ട് എന്നാണല്ലോ കഥ. ആ അതിൽ നമ്മൾ പേര് പഠിക്കൽ നിർബന്ധമുള്ള 25 ആളുള്ളൂ. ആ ആ 25 ആളും തൗറാത്തത്തെ കഥാപാത്രങ്ങളാണ്. തൗറാത്ത് പറഞ്ഞ അതായിരിക്കും. പക്ഷെ അതങ്ങനെ പോട്ടെ, ആ റസൂൽ ഇത്രയും 25 പുതിയ വ്യക്തമായിട്ട്, പറഞ്ഞാ പോരെ? ഒരു അക്ഷജ്ഞാനല്ലാത്ത റസൂലിന് എങ്ങനെ ഇത്ര വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയും? ഇത്ര അക്ഷരജ്ഞാനം ഒരാളുടെ പ്രവാചകന്മാരെ അറിവും തമ്മിൽ ആ കഥകൾ കാലത്ത് ഒരു ബന്ധവുമില്ല. എന്നാലും ഇങ്ങനെ സ്പഷ്ടമായിട്ട് പറയാൻ കഴിയൂല. പറയാൻ ഒരു പറ്റും. സ്പഷ്ടമായിട്ട് യൂസുഫ് പറഞ്ഞതിന്റെ നബിന്റെ കോലാണ് കഥ, ഇപ്പൊ നമ്മൾ കാണുന്നത്. യൂസുഫ് നബിന്റെ കഥ, മൂസാ നബിന്റെ കഥ ഒക്കെ എത്ര എന്താ കഥ? കൃത്യമായിട്ട്. എണ്ണം പറഞ്ഞ 3 ചോദ്യം ചോദിച്ചു. പിന്നെ ജൂതന്മാർ മുഹമ്മദിന്റെ പ്രവാചകത്വം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേശികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചോദിച്ച 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യത്തിനും നബി പറഞ്ഞ ഉത്തരം അല്ലാഹു അല്ലെന്നാണ്. അതാണ് നബിന്റെ അറിവ്. അള്ളാഹു അല്ലെന്ന് പറയേണ്ടത് എല്ലാ അറിവും റസൂലിനല്ലേലോ. ഇല്ല. അതന്നെ പ്രവാചകത്വം തെളിയിക്കാന് മുഹമ്മദ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് ജൂതന്മാർ വിശ്വസിച്ചിരുന്ന 3 ചോദ്യങ്ങളാണ് ചോദിക്കപ്പെട്ടത്. 1 ആത്മാവ്, 2 ഗുഹാനിവാസികള്, വേറെന്തോ ഒരു സാധനം കൂടി, 3 എണ്ണം കൂടി. ഈ 3 കാര്യത്തിൽ പഠിച്ചോ എനിക്ക് അതൊക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ആ അറബ് നാട്ടിൽ ജീവിച്ച ഒരാളുടെ അറിവ്, അയാളുടെ വൈകാരികത, അയാളുടെ സാമാന്യബോധം, അയാളുടെ ധർമ്മബോധം, ഇതൊക്കെ തന്നെ ഇതിനകത്തുള്ളൂ. അല്ലാതെ ഇത് ലോകാവസാനം വരെയുള്ള ഖുർആന് ഇപ്പൊ പിന്നെ ഭഗവത്ഗീതയിൽ ഇതിനേക്കാളും മുന്തിയ സാധനങ്ങൾ കാണാൻ പറ്റും നമുക്ക്. അതിന്റെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ധർമ്മോപദേശങ്ങളാണ്. അത് ഓരോ പ്രവാചകന്മാരും കൊണ്ടുവന്ന തന്നെയായിരിക്കും. ഏത് ശ്രീകൃഷ്ണൻ പ്രവാചകനാ? ശ്രീകൃഷ്ണൻ പ്രവാചകനാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്താ പറയാൻ പറ്റാത്ത? പഠിച്ചോൻ അതിനെ വിവരം തെரியപ്പെടുത്തിയിട്ടില്ലാത്തോണ്ട്. കാരണം പ്രവാചകന്മാർ ഒരുപാട് വന്നിട്ടുണ്ട്. നല്ലത് അതിൽ പല ചീത്തതും പിന്നെ ആൾക്കാർ ഉൾപ്പെടുത്തിയതാ. നല്ലത് തന്നെ കൊണ്ടുവന്ന ഓരോ പ്രവാചകന്മാരും. അതില് പെട്ട ഏതോ ഇത് ശരിക്കുള്ള പ്രവാചകനല്ല, ഡ്യൂപ്ലിക്കേറ്റ് പ്രവാചകനാണെന്ന് വിചാരിക്കേണ്ടി വരും ഈ ഖുർആൻ കൊണ്ടുവന്ന ആള്. അത്രേ ഇപ്പൊ മാർഗുള്ളൂ. അങ്ങനാണെങ്കിൽ ഇന്നും റസൂലിന്റെ ആ സ്ഥാനം നിലനിൽക്കൂല. അത് നിലനിൽക്കുന്നതല്ല. അത് വളരെ ചെറിയ പ്രായം തൊട്ട് കണ്ടീഷൻ ചെയ്യപ്പെട്ട് നിലനിർത്തി കൊണ്ടുവരുന്നതാണ്. നല്ലോണം കഷ്ടപ്പെട്ട് പൈസ മുടക്കി അധ്വാനിച്ച് പട്ടിണി കിടന്ന് ആൾക്കാർ തലമുറ കൈമാറിക്കൊണ്ടിരുന്നതാണ്. പേടിയുണ്ട്, നരകപ്പേടിയുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെ മകനെയാണോ നിങ്ങൾ റസൂലിനെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? ഇങ്ങനെയാണ് കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവനവന്റെ മക്കളെക്കാളും ഉമ്മനെക്കാളും ഭാര്യനെക്കാട്ടിലും ഏതെങ്കിലും ഒരാൾ പറയോ എല്ലാരെക്കാളും കൂടുതൽ ഇന്നെ സ്നേഹിക്കണവരെ ശരിക്കുള്ള എന്റെ ആളല്ലാന്ന്? അല്പത്തരല്ലേ അത്? നിർബന്ധം പറയണേ, നിർബന്ധാണ്, അല്ലെങ്കിൽ സ്വർഗത്ത് കിടക്കൂല.
അപ്പൊ സ്വർഗത്തിൽ കിടക്കണം എന്ന ആഗ്രഹമുള്ളവൻ നബിനെ സ്നേഹിക്കല്ലാതെ വേറെ മാർഗമില്ല. ആ സ്നേഹം ശരിക്കുള്ള സ്നേഹമാണോ? ഇത് കണ്ടീഷൻ ചെയ്യപ്പെടുന്നതാണ്. നരകപ്പേടി കൊണ്ടും ചെറിയ പ്രായം തൊട്ട് കുട്ടികളെ നിർബന്ധിച്ച് സ്നേഹിപ്പിച്ചും പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ 7 വയസ്സുള്ള കുട്ടിനോട് ചോദിക്കും, അള്ളാഹിനെ റസൂലിനെയാണോ ജിമ്മാനി ഇപ്പാനെയാണോ സ്നേഹിക്കണ വെച്ചാൽ ഉമ്മാനി ഇപ്പാനെയാണെന്ന് എങ്ങാനും കുട്ടി പറഞ്ഞാൽ കുട്ടീനെ തിരുത്തി അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കൂലേ നമ്മള്? പക്ഷെ ഞമ്മക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഇതൊക്കെ വിട്. ഞമ്മക്ക് ജീവിക്കാൻ എന്ത് ഇതൊക്കെ പെട്ട സുഖാണ്. പിന്നെന്താ മുസ്ലിം? പിന്നെ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാം. അതിനിപ്പോ ഇതും 5 വേണ്ട. വക്ത് നിസ്കരിക്കുക, റമദാൻ മാസം നോമ്പുകൾക്ക് ചെയ്യാൻ പറഞ്ഞ റസൂലിന് എന്തോ കിട്ടാൻ വേണ്ടിയാ? ആ നമ്മളെ റസൂലിന് ആവശ്യം ഉണ്ടായിരുന്നു. റസൂലിന് എന്ത് റസൂലിന് ആവശ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ റസൂലിന് ആവശ്യമുള്ള റസൂല് ഇതൊക്കെ സാധനങ്ങളായിരുന്നു. ചെയ്തിക്കണല്ലോ. നോമ്പ് 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 ഏത് കാലത്താ പിന്നെ നിർബന്ധാക്കണ നിങ്ങൾക്ക് അറിയോ? കാലത്താണ് മക്കയിൽ മദീനയിലേക്ക് ചെന്ന് ബദറിന്റെ തൊട്ട് മുൻപ് നല്ല ദാരിദ്ര്യത്തിന്റെ സമയത്ത് 1 മാസം ആരാധനയുടെ ഭാഗമായിട്ട് ഭക്ഷണ നിയന്ത്രണം ഏർപ്പെടുത്തി. ആത്മനിയന്ത്രണം ആദ്യം ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ പോലും സ്ത്രീകളുമായിട്ടുള്ള സംസർഗം ഒഴിവാക്കണം. പിന്നെ സഹാബിമാരൊക്കെ പോയിട്ട് പിക്കർസ് കാണിക്കണത് പല ആൾക്കാർ അങ്ങോട്ടോട് സ്വകാര്യം പറഞ്ഞ് നബിന്റെ അടുത്ത് എത്തി. അപ്പൊ നബി അത് അനുവദിച്ചു കൊടുത്തു രാത്രിത്തെ. അങ്ങനെയല്ലേ കഥ? അത് ഖുറാനിലുള്ളതല്ലേ? ഒരു സാധനമല്ല. ഇപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് എന്താ? നിസ്കാരം ജുമയൊക്കെ എന്താ? ഒരു മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള ഒരു ചിട്ട ഉണ്ടാക്കിക്കൊണ്ടല്ലാണ്. അതന്നാണ് ആ ചിട്ട അത്രയും കൃത്യമായിട്ട് നമ്മളെ ഓരോ മുഹമ്മദ് അവയവത്തിനും ആവശ്യമുണ്ടായിരുന്നു. വേണ്ടിയ ആരോഗ്യമുള്ള ആൾക്കാർ ആവശ്യമുണ്ടായിരുന്നു. ജമാഅത്ത് സ്ത്രീകൾക്ക് നിർബന്ധമല്ലല്ലോ. പുരുഷന്മാർക്കാണ് വെള്ളിയാഴ്ച ജുമ നിർബന്ധം. എന്താ കാര്യം? ആ വെള്ളിയാഴ്ച ജുമക്ക് സഫ് നിൽക്കുന്ന രീതി നിങ്ങൾക്ക് അറിയോ? ആ ആദ്യം പുരുഷന്മാര്, പിന്നെ അതാണ്. കുട്ടികൾ, അതിന്റെ വേക്കില് സ്ത്രീകള്. അതൊന്നും ജുമാക്കൊന്നുമില്ല അങ്ങനത്തെ കൺസെപ്റ്റ്. ജുമാക്കുണ്ട് അങ്ങനെ. അതൊക്കെ ഈ മുജാഹിദുകൾ ഇപ്പൊ പറഞ്ഞുണ്ടാക്കുന്ന സാധനല്ലേ? നിങ്ങൾ സുന്നിയായിട്ട് നിങ്ങൾക്ക് അറിയായിട്ടാണ്. ആയിഷയും ഹഫ്സയും പിന്നെ സൗദിയും എല്ലാരും കൂടെ ജുമക്ക് പോയത് ഏത് ഹദീസിലുള്ളത്? ജുമാക്ക് ഹദീസൊക്കെ ഉണ്ട്. റസൂല് റമദാൻ മാസം അവസാനത്തെ 10 റമദാൻ മാസത്തെ തറാവീഹ് നിസ്കാരം പെരുന്നാൾ നിസ്കാരത്തിന് പോയതല്ല ഞാൻ ചോദിച്ചത്. അല്ല, വെള്ളിയാഴ്ച ജുമ സ്ത്രീകൾക്ക് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. കാരണം പെണ്ണുങ്ങൾക്ക് നിർബന്ധമാക്കിയാല് പെണ്ണുങ്ങൾക്ക് പല ഇതും ഉണ്ടാവും. എന്താ നിർബന്ധമില്ലാത്ത? പെണ്ണുങ്ങൾ സൗകര്യം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും ജുമാക്കും ആവില്ല. ആ സമയത്ത് ഒഴിവിട്ട് കൊടുത്താൽ പോരാ? ഇപ്പൊ നിസ്കാരത്തിന്റെ സമയത്തും ചിലപ്പോ 6 ദിവസം 7 ദിവസം സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അല്ലാത്ത പറ്റില്ല. സമയത്തും പെണ്ണുങ്ങൾക്ക് പല സൗകര്യങ്ങൾ ഉണ്ടാക്കി പഠിച്ചോ കണ്ടറിയാം. അല്ലാതെ സൃഷ്ടിയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊന്നും അല്ലാവും നമ്മൾ തന്നില്ല. നമ്മൾ കൊണ്ട് കഴിവിന്റെ ഇത് മാത്രമേ പഠിച്ചോ. നമ്മളിപ്പോ വായിച്ച ആദ്യത്തെ 2 വചനം ഇപ്പൊ നമ്മൾ ലാസ്റ്റ് നോക്കി 2 വചനവും മതി ശരിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിലാവാന്. ഖുർആനിൽ വേറെയും കുറെ ആയത്തുകളിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ എല്ലാം ഓതാൻ തയ്യാറാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ അത് ഓതിയിട്ട് എന്താ കാര്യം? ഇതൊന്നും എടുക്കണ്ടപ്പോ. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഖുർആൻ ഇറക്കട്ടെ. അപ്പൊ നമുക്ക് ആലോചിക്കാം ആ ഖുർആനെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയണോ. ഇങ്ങനെ ഒന്ന് നല്ലോണം ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാൻ എനിക്ക് പൂതി ഉണ്ടായി. എന്താ ചെയ്യാൻ പറ്റും? എന്റെ സംസാരം കിസാനെ പഠിച്ചാൽ ഇതാത്തിലാകട്ടെ. എന്റെ ഖുർആനോത്ത് എന്റെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ വെറുതെ ഇരിക്കുമ്പോ പിന്നെ ഒന്നുണ്ടാക്കി വന്ന് ഖുർആനെടുത്ത് അത് ഓതി വാപ്പാക്ക് അത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാ പറഞ്ഞ നല്ല സദ്ദും മദ്ദൊക്കെ ഇട്ട് നല്ല മണിച്ച് ഓതുന്നു. ഒഴിവാക്കാണ്ട് നോക്കാം. എനിക്ക് മനസ്സമാധാനം കിട്ടുന്ന ഇപ്പോഴാണ്. ഇതൊക്കെ ഇമാതിരി തരികിടയെന്ന് മനസ്സിലായപ്പോ കിട്ടിയ ഒരു മനസ്സമാധാനം ഉണ്ട്. അതിനോളം വരൂല. എനിക്ക് തോന്നാ മോനെ ഇബിലീസ് ആ ഇബിലീസിനെ പറഞ്ഞയച്ചത് പഠിച്ചവനല്ലേ എന്റെ അടുത്തേക്ക്. അപ്പൊ ആ പഠിച്ചോനെ നിങ്ങളൊന്ന് ആലോചിച്ച് ഇത്രയും നല്ല എന്റെ അടുത്തേക്ക് ഇബിലീസിനെ പറഞ്ഞയച്ച പഠിച്ചോനെ എന്താ ചെയ്യണ്ടേ നിങ്ങൾ പറ. അപ്പൊ ഇബിലീസിന്റെ ചതി കൊടുങ്ങരുത് എന്ന് എന്തിനാ ഇബിലീസിനെ പറഞ്ഞയച്ചത്? എന്തിനാ ഇബിലീസിനെ പഠിച്ചത്? നമ്മൾ പണ്ട് പറഞ്ഞതിന്റെ ഓർമ്മ. പഠിച്ചോനെ പറ്റുന്ന പണിയാണ് ഇബിലീസിനെ പടക്കല്. പരീക്ഷണത്തിന് വേണ്ടിട്ട്. പരീക്ഷണൊക്കെ അറിയാത്ത ആൾക്കാർ ചെയ്യുന്ന സാധനല്ലേ. ഈ ദുനിയാവിന് ഒരു വിലയും കൊടുത്തില്ല. കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ദുനിയാവിൽ ചെറിയ കാലം താമസിക്കാൻ അതിലൊരു പരീക്ഷണമായിട്ട് നമുക്കൊരു പരീക്ഷാ കേന്ദ്രമായിട്ടാണ് ഇത് തന്നത്. എന്തിനാ അള്ളാഹ്ക്ക് അറിയില്ലേ? അള്ളാഹ്ക്ക് അറിയൂ. പക്ഷെ നമ്മളെ പരീക്ഷിക്കാൻ അള്ളാഹു പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൂർണ്ണൻ എന്ന വിശേഷണത്തിന് എതിരാണത്. അല്ല, അള്ളാഹ്ക്ക് അറിയാം. നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ബുദ്ധി അള്ളാഹു നമുക്ക് തന്നിക്കണ്. പറഞ്ഞിക്കണ് ദുനിയാവിലാകർത്തരാവർത്തി, ദുനിയാവ് വെറും വഞ്ചന മാത്രാണ് അള്ളാഹു തന്നെ പറഞ്ഞിക്കണ്. ദുനിയാവ് വഞ്ചനയാണെങ്കിൽ ദുനിയാവ് സൃഷ്ടിച്ചതാരാ? അള്ളാഹു. നമ്മൾ എന്തിനാ വഞ്ചിക്കാൻ വേണ്ടി ആൾക്കാർ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി? വഞ്ചനയിൽ അകപ്പെടരുത്. നിങ്ങളോട് ചോദിക്കാം, നിങ്ങളെ 3 മക്കൾ സ്കൂളിൽ കൊണ്ട്, ഒരാൾ ഹൈസ്കൂളിലേക്കും ഒരാൾ കോളേജിലേക്കും.
ആ അപ്പൊ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ കണ്ടെത്തി അയാളത്തെ ആവശ്യമുള്ള മയക്കുമരുന്നും കൊടുത്തിട്ട് മക്കള് പോണ വൈക്കല് നിക്ക് ജോലി എങ്ങനെയെങ്കിലും പറഞ്ഞ് ഇതിലേക്ക് ചാക്കിലാക്കാൻ നോക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെ മക്കളോടുത്ത് വിളിച്ചിട്ട് വഴിയിലൊക്കെ മയക്കുമരുന്ന് കച്ചവടക്കാരുണ്ടാവും, പിന്നെ അതിലൊന്നും എന്റെ കുട്ടികൾ പോയി പെടരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയും അതേ സമയത്ത് മയക്കുമരുന്ന് നിങ്ങളെ കുട്ടികളെ എങ്ങനെയെങ്കിലും മേടിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി അതില് ആകർഷണം ഉണ്ടാക്കുന്ന കുറെ സാധനങ്ങളായിട്ട് നിങ്ങൾ വേറൊരാളെ വഴിയിൽ നിർത്തും ചെയ്യോ? അപ്പൊ ആ കുട്ടീനെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ നല്ലതേതാ ചെയ്യോ? ചീത്ത ഏതാ, അങ്ങനെ ചെയ്യോ ആരെങ്കിലും രക്ഷിതാക്കള്? നല്ലതാ ചീത്ത ഏതാന്ന് അറിയാൻ വേണ്ടി അപ്പൊ അല്ല, നല്ലത് അങ്ങനെ ചെയ്തോന്ന് രക്ഷിതാക്കള് അതിന്റെ ചെയ്യോ? പ്രതിഫലം കൊടുക്കുക, അങ്ങനെ ചീത്ത രക്ഷിതാക്കൾ ചെയ്തോന്ന് അതിന്റെ ചെയ്യോ? പ്രതിഫലം ഏതെങ്കിലും രക്ഷിതാക്കൾ ചെയ്യോ അങ്ങനെ? ചെയ്യാന്ന് വെച്ചാൽ ആ ചെയ്യില്ല. ഭയങ്കര പ്രശ്നമാണ്. ഈ പഠിച്ചോന്റെ കാര്യത്തിൽ ആകെ ആ പുലിവാലാണ്. നമ്മൾ സൃഷ്ടിനോട് ഉപമിക്കല്ല പഠിച്ചോന്. സൃഷ്ടിനോട് ഉപമിക്കല്ല, സൃഷ്ടിന്റെ നിലവാരം പോലും ഇല്ല പഠിച്ചോൻ നിൽക്കുന്നതാണ് ഈ പറഞ്ഞതേ. ഒരു സൃഷ്ടിയുടെ നിലവാരെങ്കിലും വേണ്ടേ? ഇപ്പൊ അള്ള പടച്ച എല്ലാ ന്യൂനതകളുള്ള ഒരു മനുഷ്യന്റെ നിലവാരം പോലും ഈ പടച്ചോനിക്കില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 4:24 ആയത്തിന് കാണിച്ചു തരുന്നത്. അങ്ങനെ പറയരുത്. കാരണം നാളെ 4:24 സഹാബിമാർക്ക് മോശം തോന്നുകയാണ്, ഈ ഏത് മോശമാണെന്ന് തോന്നുകയാണ്, നാളെ ആ അങ്ങനെ ചെയ്യാൻ പെണ്ണ് പാടില്ലാന്ന്. ചോദിച്ചോളാം, ഞാൻ അപ്പൊ അള്ള എന്നോട് പറഞ്ഞെടുക്കാണ് ചോദിക്കട്ടെ, അതിനൊന്നും കുഴപ്പമില്ലാന്ന്. ഞമ്മക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് അള്ളാഹു ചെയ്തിരുന്നത്. ഇനി നേരത്തെ അത് ചോദിച്ചോണം, നമുക്കൊരു അതൊക്കെ ശ്വാസം അള്ളയാണെന്ന് ഇല്ലെങ്കിൽ നമ്മളോട് പറയണതല്ലേ. ശ്വാസത്തിന് പൈസ എത്ര കൊടുക്കണം നമ്മള്? അത് അതൊക്കെ അള്ള പറഞ്ഞിരുന്ന അള്ളയാണെന്ന് ഒക്കെ നമ്മളോട് പറയല്ലേ. അള്ളാഹു എന്ന് സൗജന്യമായിട്ട് പറഞ്ഞ ഒരു നമ്മക്ക് ദൈവത്തെ തരുന്നുണ്ട്. നമ്മൾ അള്ളാന്റെ സങ്കല്പിച്ചിട്ട് അനുഗ്രഹമാണ് അതൊക്കെ. ആരോപിക്കുന്നതാണ്. പിന്നെ ആരാ ഇതൊന്നും അതിന്റെ സൃഷ്ടിയിൽ പിന്നിലൊരാള് വേണല്ലോ. ഇതിന്റെ പിന്നിൽ ഈ പറയുന്ന ഖുർആൻ എഴുതിയ ഒരു പടച്ചോനില്ല. അങ്ങനെ ഇതാക്കാനൊന്നും ഈ ആവില്ല. ഖുർആന്റെ അത് പിന്നിലുള്ള ചിലപ്പോ ബുദ്ധി കേന്ദ്രം, എഴുത്തില് ചിലപ്പോ ഈ പിഴവുകൾ ഈ പറ്റിയിട്ടുണ്ടാവുമായിരിക്കും ഈ എഴുതിയിട്ടവർക്ക്. പടച്ചോന്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്ത് ജീവിച്ച ഒരു അറേബ്യൻ ഗോത്ര നേതാവിന്റെ ബുദ്ധി കേന്ദ്രം മാത്രമേ ഉള്ളൂ. അയാളുടെ ബുദ്ധി, അയാളുടെ ആവശ്യങ്ങൾ, അയാളുടെ ആഗ്രഹങ്ങൾ, അയാളുടെ ദേഷ്യം, അയാളുടെ ധർമ്മം അധർമ്മം ഒക്കെ അതിനകത്തുണ്ട്. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ ഒന്നും ഈ കിതാബിലില്ല. ഞാൻ അതല്ല ഇതിന്റെ അല്പം മുകളില് നല്ലതെന്ന് ഒന്ന് കണ്ടെത്തി, ഞാന് അല്പം നല്ല എനിക്ക് കണ്ടെത്താൻ കഴിയും. അതിനേക്കാളും നല്ലത് നിലവിൽ നമ്മളെ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ട്. അങ്ങനെ ഇതിനേക്കാളും മികച്ച ഉപദേശങ്ങള് നിങ്ങളെ മനസ്സിൽ തന്നെ ഉണ്ട്. ഇതിനേക്കാളും മികച്ചത് ആശയം മനസ്സുള്ള തന്നല്ലേ. അല്ല. ഓരോ മനുഷ്യന്റെയും മനസ്സ് വേറെയാണ്, പഠിച്ചോൻ തന്നൊന്നല്ല. പഠിച്ചോൻ തന്നെ ഓരോ മനുഷ്യനും വേറെ വേറെ തള്ള. അങ്ങനെ ആ മനസ്സ്, നല്ല മനസ്സ് പഠിച്ചോൻ തന്നിക്കണെങ്കിൽ ഈ മാതിരി വെകിട ആയത്ത് ഖുറാനിൽ അള്ള കൊടുക്കൂലല്ലോ. അള്ളയാണെങ്കിൽ ഖുറാന്റെ പിന്നിലെങ്കിലേ. എന്തായാലും ഈ നന്മയുടെ കേദാരമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയണ പഠിച്ചോനാണ് നിങ്ങളെ മനസ്സിൽ തോന്നുന്ന നന്മയുടെ ഉറവിടമെങ്കിൽ ആ ഉറവിടത്തു നിന്നുള്ളതല്ല ഈ ഖുറാന് എന്നുള്ളത് ഉറപ്പാണ്. ഈ ഖുറാനില് ചിലപ്പോ ഖുറാന് മനുഷ്യന്മാരെ എഴുതി ഉണ്ടാക്കിയല്ല മോനെ ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത്. അതെ, ചിലപ്പോ എന്തെങ്കിലും മാറ്റിത്തിരുത്തലൊക്കെ വരുത്തി ഉണ്ടാവും. ആയിരിക്കാം. റസൂലിന്റെ കാലത്ത് അങ്ങനൊന്നും അയക്കൂല, അങ്ങനെ വിശ്വസിച്ച്. എങ്ങനെങ്കിലും വിശ്വസിച്ച് കഷ്ടപ്പെട്ട് ഞാനൊരു 3-4 കൊല്ലം കൂടിയതാണ് ഇതിന്റെ പിന്നാലെ. അതായത് വിശ്വാസം നഷ്ടപ്പെട്ടു പോയതിനു ശേഷം നിങ്ങൾ പറഞ്ഞ മാതിരി ഇതില് മോശം കാര്യത്തുമൊക്കെ നമ്മൾ നോക്കാതിരുന്നാ പോരെ, നല്ലിമക്ക് മാത്രം നോക്കിയാൽ പോരെ എന്ന് ആലോചിച്ചു ഞാൻ ശ്രമിച്ചതാണ് ഇതൊക്കെ ഇതിനു മുമ്പ്. എന്നിട്ടോ അപ്പൊ നമ്മളുടെ ഒരു 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 ബോധം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മളൊരു ബോധ്യം ഉണ്ടല്ലോ. ഇത് നോക്ക്, നിങ്ങൾ മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ഗ്രന്ഥമാണ് ഈ സാധനം. അതൊരു ദൈവം ചെയ്യില്ല. അതാണ് എന്റെ ബോധ്യം അന്ന്. വിശ്വാസിയായിരിക്കെ ഞാൻ പറഞ്ഞത്, പക്ഷെ ദൈവം എന്ന് നമ്മള് പറയുന്ന ഒരു മുസ്ലിങ്ങൾ ഇവിടെ വിശ്വാസത്തിലിരിക്കെ. ഉണ്ടായിട്ടല്ലേ മോനെ ഇത്രയും നല്ല എന്തെല്ലാം ഇനി നോക്കി റമദാന നമ്മൾ എന്തെല്ലാം കാരുണ്യം ചെയ്യുന്നുണ്ട്. നമ്മളെ മുസ്ലിങ്ങളിലുള്ള ഒരു കാര്യമില്ലെന്ന്. പ്രാഥമികമായി മനുഷ്യരെ വിഭാഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഹിന്ദുക്കൾ തന്നെ പറയുന്നുണ്ട് മുസ്ലിങ്ങളെ ചെയ്യും പോലെ ഞങ്ങളെ വിഭാഗത്തിൽ ചെയ്യൂല. അതിപ്പോ പറയുന്നുണ്ട് ജൂതന്മാര് അത് മുസ്ലിങ്ങളെ നമ്മളെ കുറിച്ച് വേറെന്തൊക്കെ വിശ്വാസം പറയുന്നുണ്ട്. അല്ല, ഹിന്ദുക്കൾ തന്നെ പറയുന്നുണ്ട് നമ്മളെ മുസ്ലിങ്ങളാണല്ലേ. അതൊന്നും കാര്യമില്ലാന്ന്. അപ്പൊ അങ്ങനെ അതിന് എത്ര ആള് മുസ്ലിങ്ങളെ കുറിച്ച് മുസ്ലിമായി? എനിക്ക് എല്ലാ മുസ്ലിങ്ങളെ കുറിച്ച് മോശ അഭിപ്രായം ഒന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ കിതാബിനെ കുറിച്ചാണ്. കിതാബിലുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങക്ക് അള്ളാഹു മോശമായി അനുവദിച്ച തോന്നുന്നത് ഒഴിവാക്കി. അള്ളാഹു അനുവദിച്ചതാണല്ലോ 4 ഭാര്യമാരുണ്ടാവാം എന്നുള്ളത്. ആ നിങ്ങൾ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചണോ? ഇല്ല കല്യാണം കഴിച്ച നിങ്ങൾക്ക് വിഷമാവോ? ഇല്ല. വിഷമാവില്ല. ഞാൻ വേറെ കെട്ടിക്കോളാൻ പറഞ്ഞു. എന്നിട്ടും എന്താണ് ഭർത്താവ് കല്യാണം കഴിക്കാത്തത്? എന്നോട് ഇഷ്ടം ഉണ്ടായിട്ട് ഞാൻ കെട്ടിക്കോളാൻ പറഞ്ഞു. അതാണ് അതാണ് ഇഷ്ടം ഉണ്ടായിട്ട് കെട്ടായിട്ടാ. അതെ അതാണ്. അപ്പൊ കെട്ടിയാല് കുഴപ്പമില്ല. കുഴപ്പമില്ല. അങ്ങനത്തെ അതേ സമയത്ത് നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് വീട്ടിലുള്ള ഭാര്യമാര് സമ്മതിക്കാത്തോണ്ടാണ് നമ്മൾ കെട്ടാത്തത്. ഞാൻ സമ്മതിച്ചു കെട്ടിക്കോളാനൊക്കെ പറഞ്ഞു, കെട്ടായിട്ടല്ല വ്യാപ. ഇതുപോലെ ഒരാൾ ഇനിയും വേണ്ടാന്ന് വിചാരിച്ചു.
അങ്ങനെ അങ്ങനൊന്നല്ല. പെണ്ണ് എല്ലാരും ഒന്നും അങ്ങനെ കെട്ടൂല. കെട്ടാൻ അനുവാദം തന്ന എന്തുകൊണ്ട് അതിനുണ്ട് പല ഒരു നിയമങ്ങളും. കാരണമല്ല, അത് ഒരു പുരുഷന് പെണ്ണെന്നെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുരുഷൻ അള്ളാഹു പുരുഷന്മാരെ സ്ത്രീകളെ കാണാൻ മേലാക്കി തന്നെ സൃഷ്ടിച്ചത്. എന്തിന് അത് അതെന്തിനെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ ചോദ്യം ചെയ്യാൻ പറ്റുമോ? പറ്റും? അള്ള സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് അള്ള പറഞ്ഞില്ലേ അള്ള നിങ്ങളെക്കാൾ ചിലരെ പറഞ്ഞിട്ടുണ്ട്, അത് പുരുഷന്മാര് ധനം ചെലവഴിക്കണോണ്ടാണെന്നേ. ആ ഉം. ധനം ചെലവഴിക്കുന്നത് കൊണ്ടും നാല് പെണ്ണിനെ നല്ലോ 34 ആ അതിന്റെ ആ കാരണൊക്കെ. പുരുഷനോട് തന്നെ പറഞ്ഞേക്ക് നല്ലോണം പെണ്ണിനെ നോക്കണം, നിങ്ങളിൽ ഉത്തമൻ പെണ്ണിനെ നല്ലോണം നോക്കുന്നവരാണെന്നും ഒക്കെ പറ്റുവാൻ അങ്ങനൊന്നും. പറഞ്ഞ പഠിച്ചോ പറഞ്ഞോ നമ്മൾ ജീവിച്ചാല് നല്ല ശാന്തിയും സമാധാനം ഉണ്ടാവും ഉം. ആ ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ. പറഞ്ഞതറിയോ, ഇത് നേരെ നമുക്ക് മറിച്ച് ഇനി പറഞ്ഞോണം ആണും പെണ്ണും തുല്യാന്ന് പറഞ്ഞാൽ ജീവിക്കുന്നല്ല ഇപ്പൊ നമ്മൾ കാണുന്നത്. എല്ലാ വിവാഹബന്ധവും തകരുക. അന്നെ പോലെ എന്താ വെറും കഥ? നിങ്ങൾ അന്റെ മാതിരി ഒരു വിചാരിക്കുന്നത് മുസ്ലിം ഇങ്ങോട്ടേക്ക് കുടുംബങ്ങളില് അല്ല, ഇസ്ലാമികമായി ജീവിക്കുന്ന കുടുംബ ബന്ധങ്ങളില് ഭാര്യയും ഭർത്താവും ഫുൾ സന്തോഷമായിട്ട് ജീവിക്കണം നിങ്ങൾ വിചാരിക്കണേ? ഏകദേശം സന്തോഷം തന്നെ. എനിക്കിവിടെ ഉള്ള മക്കളിൽ ഇതാക്കണമെങ്കിൽ പറഞ്ഞോണ ഒരു മോനുണ്ട്. ആ. എന്നിട്ട് എന്റെ പ്രസംഗം കേട്ടുങ്ങാണ്ട് ഓനതപ്പോ ഓളെ ഒഴിവാക്കാന്നാ പറയുന്നത്. എന്തിന്? എന്തുകൊണ്ടാന്ന് എനിക്ക് ഓർമ്മയില്ല. എന്റെ എത്ര കാഴ്ചയില് എത്ര ഭാര്യമാര്, അതായത് വിശ്വാസം ഉള്ളിടത്ത് കലാപവും പ്രശ്നവും കാര്യം തീർക്കലൊന്നും ഇല്ലാന്ന് നിങ്ങൾ പറയണേ? വിശ്വാസം ഉള്ളിടത്ത് കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒരു പേടിയും പഠിച്ചവനൊന്നും ഇല്ലായിട്ടാ നിസ്സാര കാര്യത്തിന് വേണ്ടാന്ന് പറയുന്ന ഒഴിവാക്കാൻ നോക്കാം. എനിക്ക് അതൊന്നും അങ്ങനെയൊന്നും അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, ഇപ്പൊ നിങ്ങളെ ഭർത്താവ് നിങ്ങളെ സ്നേഹമുള്ളത് കൊണ്ട് വേറെ കല്യാണം കഴിക്കില്ല പറഞ്ഞാൽ പഠിച്ചവനക്ക് അതുപോലും തിരിയില്ല എന്നുള്ളതാണ്. ആ അല്ല ഭാര്യ പഠിച്ചോൻ ഭർത്തൃ അങ്ങനെ ബന്ധത്തിലെ നിർബന്ധിക്കുന്നില്ലല്ലോ. മനുഷ്യന്മാരുടെ ഊഷ്മളത പറഞ്ഞു കൊടുക്കുകയും അത് പഠിപ്പിക്കുകയാണെങ്കിൽ എല്ലാ കുടുംബത്തിനും സമാധാനം ഉണ്ടാവില്ലേ? പക്ഷെ അള്ളാഹു അങ്ങനെ നിർബന്ധിപ്പിക്കുന്നില്ലല്ലോ. 4 പെണ്ണ് കെട്ടണം എന്ന് പറയുന്നില്ല. കെട്ട സൗകര്യം കെട്ടാം കൊടുക്കാൻ പാടില്ലല്ലോ. ഒരാളുമായിട്ട് വിവാഹ ബന്ധത്തിലിരിക്കെ അവരുടെ സ്നേഹബന്ധത്തില് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോയിട്ട് വേറൊരു കല്യാണം കഴിക്കാന്നല്ലാതെ പരമാവധി രണ്ടാളുകൾ തമ്മിൽ ഞാൻ മനസ്സിലാക്കുന്നതൊക്കെ എല്ലാ ബന്ധങ്ങളിലും സ്ത്രീ പുരുഷന്മാര് അത് നിങ്ങളിപ്പോ ഈ ഡയലോഗൊക്കെ പറയും, നാളെ മറ്റന്നാൾ ബ്രോക്കർ അന്വേഷിച്ച് വന്ന വിവരം മാറും. അതെന്താ വെച്ചാൽ ഇപ്പൊ ഭർത്താവ് നിങ്ങളോട് ഇഷ്ടമുണ്ട്, ഭർത്താവ് കെട്ടൂല, നിങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറയും നിങ്ങൾ കെട്ടിക്കോളിന്ന്. പക്ഷെ നാളെ ബ്രോക്കർ അന്വേഷിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും അതിന്റെ ഫീൽ എന്താന്ന്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് അതൊന്നും ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇത് സ്ത്രീകൾക്ക് ഇസ്ലാമില് പുരുഷന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു ജീവിതം എന്ന് മാത്രമാണ് സ്ത്രീയെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉത്തമയായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരായിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെ അനുസരണശീലമുള്ള ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. എന്തിനാ ഈ ഭർത്താവിനും അനുസരണശീലം ആവാലോ. അത് അനുസരണശീലമുള്ളിടത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരാൾ അടിച്ചമർത്തപ്പെടുകയും ഒരാൾ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും. പരസ്പരം അനുസരണശീലമല്ല ഒരു കുടുംബത്തിൽ വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവാണ് വേണ്ടത്, അല്ലാതെ അനുസരണശീലമല്ല വേണ്ടത്. ഇപ്പൊ ഒരു കാര്യം ഭർത്താവ് പറഞ്ഞു എന്നതിന്റെ പേര് നിങ്ങൾ അനുസരിക്കുന്നു, നിങ്ങൾക്ക് അറിയാം ആള് പറഞ്ഞത് തെറ്റാണ്, അതല്ല ശരിയെന്ന്. അപ്പൊ അവിടെ നിങ്ങൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റനുസരിക്കണം എന്ന് പറഞ്ഞില്ലല്ലോ. തെറ്റ് എന്താ മതപരമായ കാര്യത്തിൽ മാത്രമേ അനുസരണക്കേട് അനുവാദമുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് തിങ്കളാഴ്ച നോമ്പ് എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. അപ്പൊ ഭർത്താവ് തിങ്കളാഴ്ച ജോലിക്ക് പോണില്ല എന്ന് തീരുമാനിച്ചു. നിങ്ങൾക്ക് ഭർത്താവിന്റെ അനുവാദം വേണ്ടേ? സുന്നത്ത് നോമ്പ് ഒഴിവാക്കണം. അനുവാദം വേണ്ടേ ഭർത്താവിന്റെ? അതേ സമയത്ത് ഭർത്താവ് സുന്നത്ത് നോമ്പ് എടുക്കാൻ തീരുമാനിച്ചു, എന്നാലോ നിങ്ങൾ അനുവാദം വേണോ? അങ്ങനൊന്നും വേണ്ട ആവശ്യമില്ല. അതാണ്. അപ്പൊ മതപരമായ കാര്യങ്ങളിൽ പോലും ഐച്ഛികമായിട്ടുള്ള ആരാധനകളിൽ പോലും ദൈവത്തിന് വേണ്ടി നോൽമ്പെടുക്കാൻ തീരുമാനിക്കുമ്പോൾ പോലും ഭർത്താവിന്റെ സുഖാസ്വാദനത്തിനാണ് മുൻഗണന. അതിന്റെ പേരിലാണ് അനുവാദം ചോദിക്കാൻ പറഞ്ഞത് അല്ലേ? അതാണ് ഇസ്ലാം സ്ത്രീക്ക് കൊടുത്ത സ്ഥാനം. അത്രേ ഉള്ളൂ. ഇപ്പോ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ആരാധന ചെയ്യണത്. വേണ്ടി ചെയ്യണ്ടെന്നാണല്ലോ പറയുന്നത്. അതാ പറഞ്ഞത്. അത് എനിക്ക് വേണ്ടി നോമ്പെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഭർത്താവിന് കുറവും വരുത്തരുത് എന്നാണ് അള്ളാഹ് പറയണത്. ഇതാണോ അള്ളാഹു? ഇതാണ് അള്ളാഹു. വേറെ ഒരു ഹദീസിൽ പറയണത് അള്ളാഹു അല്ലാത്ത ഒരാളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ ഭർത്താവിനോട് സുജൂദ് ചെയ്യുമോ പറയുമായിരുന്നു എന്നാണ്. 3 4 കല്യാണം കഴിച്ച് അടിമ സ്ത്രീകളൊക്കെ ലായങ്ങളിൽ പ്രാർത്ഥിച്ച് അവരോടൊക്കെ ശാരീരിക ബന്ധം പുലർത്തുന്ന ഭർത്താവിനോട് സുജൂദ് ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടെ ആ പെണ്ണിനുണ്ടെങ്കിൽ ആലോചിച്ച് നിങ്ങള്. ഭർത്താവിനോടുള്ള കടമ പറയാണ്. കടമ അങ്ങനൊക്കെ പറഞ്ഞിട്ടും അതാ പറഞ്ഞത്, ഈ ഗോത്രകാലത്ത് ജീവിച്ച ഒരു ഗോത്ര നേതാവായ പുരുഷന്റെ മനോവൃത്തിയാണ് ഖുറാനിലുള്ളത്, വേറൊന്നുമില്ല. അല്ല അങ്ങനെ പറഞ്ഞിട്ടും എത്ര പെണ്ണുങ്ങളെ ആണുങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലൊക്കെ എന്തെന്നാണ് ഇപ്പൊ
ഉം. നിങ്ങൾ ഈ സമത്വം പറയൽ തുടങ്ങിയപ്പോ പുരുഷന്മാർക്കാണ് ഏറ്റവും വലിയ ദ്രോഹം. ദ്രോഹം. എന്താ അതെന്തുകൊണ്ടാ? വെച്ചാ ഒരുപാട് കാലായിട്ടുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് തിരിച്ചറിവ് വരികയാണ് സ്ത്രീകൾക്കേ. ചെറിയ വന്നിട്ട് ഇപ്പൊ പിന്നെ നിങ്ങൾ ഈ എന്തായി? വിവാഹമോചനം എന്തോ മോശം കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ ആദ്യോട് പറഞ്ഞു വിവാഹമോചനം മോശം കാര്യമല്ല. ഹെൽത്തി മോശം ആയിട്ട് കാര്യം ഒരുമിച്ച് തന്നെ. ആരോഗ്യകരമായിട്ട് നന്നായിട്ട് മുന്നോട്ട് ഇപ്പൊ നിങ്ങൾ മകനും മകളും തമ്മിലുള്ള കാര്യം, നിങ്ങളെ മകളും ഭർത്താവും തമ്മിൽ യാതൊരു സമാധാനം സ്വൈരം ഇല്ലെങ്കിൽ നിങ്ങളെ മകളും മരുമോനും തമ്മിൽ വിവാഹബന്ധം വിച്ഛേദിക്കലാണ് ഹൈറ്, അല്ലേ? എല്ലാ അങ്ങനെ ദിവസവും ആണെങ്കിൽ തല്ലും വെക്കാണോ അടിയും പിടിയും ബഹളമാണെങ്കിൽ എന്താ ആ കാര്യം? അങ്ങനെ ആണെങ്കിലല്ലേ, ആ അതൊന്നും ഇല്ലാതാണെങ്കിലോ? ഇല്ലാതാണെങ്കിലും വേറെ പോയി കല്യാണം കഴിക്കാന്ന് പറയണതല്ലേ മോശം? ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണല്ലേ ഹൈറ്? അല്ലാതെ പുരുഷന്റെ തൃപ്തിയും പുരുഷന്റെ പൂതി മാറലും മാത്രം ഒരു കുടുംബജീവിതത്തിൽ മുൻഗണന കൊടുത്താൽ എങ്ങനെ ജീവിതത്തിൽ പിന്നെന്താ സ്ത്രീക്ക് ഒരു പിന്നെ ഒരു സമാധാനം സ്വാതന്ത്ര്യമൊക്കെ ആ ഉണ്ടെന്ന് എങ്ങനെ പിന്നെ പറയാം? അതന്നെയാണ് ആ സ്ത്രീ ജീവന തുല്യം അങ്ങോട്ട് സ്നേഹിച്ചിട്ടും അങ്ങോട്ട് സ്നേഹം കാട്ടാതിരിക്കണ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും പുരുഷന് ബാധ്യതയില്ല. അതൊരു നിങ്ങൾക്കറിയോ ക്രൂരതല്ലേ? ഈ പുരുഷനെ സ്ത്രീനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഗ്രന്ഥത്തില്, ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നിർദ്ധരിച്ചെടുത്ത് എഴുതി വെച്ച നിയമങ്ങളില് ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീ അനുവാദം കൊടുക്കാത്ത ദിവസങ്ങൾ ചെലവിന് കൊടുക്കാൻ പോലും പുരുഷന് നിർബന്ധമില്ല എന്നാണ് നിയമം. നിങ്ങൾ വായിച്ചിക്കണതൊക്കെ നിങ്ങൾ കണ്ണു തള്ളിപ്പോവും. കുളിക്കാനുള്ള വെള്ളം, എണ്ണ, സോപ്പ് തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കൽ പുരുഷന്റെ ബാധ്യതയാണ് സ്ത്രീക്ക്. ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കുളി നിർബന്ധമുള്ള കാരണക്കാരൻ ഈ പുരുഷനാവണം. അപ്പൊ മാത്രമേ ഇത് ബാധ്യതയാവുള്ളൂ. ആലോചിച്ച് നോക്കി നിങ്ങള്. അതൊക്കെ നിങ്ങൾ വായിക്കാത്തോണ്ടാണ്, നിങ്ങൾ പുസ്തകം വായിച്ചിട്ടില്ല. നിങ്ങൾ ആ ഫത്തുൽ മീൻ ഒന്ന് എടുത്ത് വായിച്ചു നോക്കി. ബാധ്യതകൾ അങ്ങനെയാണെങ്കിൽ അങ്ങനൊന്നും അല്ലേ നമ്മളെ മനുഷ്യന്മാർ അങ്ങനെയൊന്നും ചെയ്യൂല. അതാ ഞാൻ പറഞ്ഞ അള്ളാഹിന്റെ നിയമത്തിനേക്കാളും ഒക്കെ എത്രയോ മുന്തിയ ധാർമ്മികതയായിട്ടാണ് ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതേ. നമ്മളുടെ ഈ ധാർമ്മിക ബോധത്തിന്, നമ്മളുടെ നീതിബോധത്തിന് മുമ്പിൽ അള്ളാഹിന്റെ ഒന്നും അല്ല എന്നാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 6-ാം നൂറ്റാണ്ടത്തെ ഒരു അറബി ഗോത്ര നേതാവിന്റെ മനോവ്യവഹാരങ്ങൾ മാത്രമാണ്, വേറൊന്നും അതിനകത്തില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. ചെലപ്പോ അല്ലാന്റെ അടുത്തുന്നുള്ളതിൽ ഇങ്ങനെ കൊറേ ഇതൊക്കെ വെറുതെ എഴുതി കൂട്ടി ഉണ്ടായിരിക്കും. ഇനി അതിൽ നല്ല മാത്രം എടുത്തിങ്ങാണ്ട് ജീവിക്കും. നല്ല എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പറയും, നമുക്ക് നോക്കാം. ഞാനൊരു 5-8 കൊല്ലം അതിന്റെ മുകളില് കെട്ടിമറിഞ്ഞിക്കണ ആദ്യം. പിന്നെ ആദ്യത്തെ ഒരു 4 കൊല്ലം ശരിക്കും ഇതിനകത്ത് എങ്ങനെങ്കിലും ആവാനും പഠിക്കാനും വേണ്ടിയിട്ടായിരുന്നു. ഇന്റെ തെറ്റിദ്ധാരണയാണോ എന്ന് നോക്കിയിട്ട് അത് തിരുത്താൻ വേണ്ടി നടന്നാണ് 4 കൊല്ലം. കാരണം ഒരാൾ സ്വയം മാറാൻ തയ്യാറായാലേ അള്ളാഹു മാറ്റുള്ളൂ. എനിക്ക് തോന്നണം ഞാൻ മാറണം. അള്ളാഹ് തീരുമാനിച്ചാലേ ഒരാൾക്ക് തോന്നുള്ളൂ. അതറിയില്ല എനിക്ക്. വമാ തശാഉന ഇല്ലാ ഇൻഷാ അല്ലാഹ് എന്ന് ഖുറാനിലുണ്ട്. ഇങ്ങനെയുണ്ട്, ഒരാൾ സ്വയം മാറാൻ തയ്യാറായാലേ അള്ളാഹു മാറ്റുള്ളൂ. പക്ഷെ അയാൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ, അയാൾ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അള്ളാഹ് ചിന്തിക്കണം എന്ന് വേറെയുണ്ട്. ഇതൊക്കെ വായിച്ചിട്ടാണ് ഞാൻ ഈ ഇരിക്കുന്നത്. എന്താ ചെയ്യാ? നമ്മൾ ഈ ദുനിയാലത്തെ ജീവിതത്തോടുകൂടി ഒക്കെ കഴിഞ്ഞ എല്ലാം കഴിയും. ഒന്നും പേടിക്കണ്ട, എല്ലാം കഴിയും. നമുക്ക് വിഷമുണ്ട്, നമുക്കതില് സങ്കടമുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട് ഈ ജീവിതം അവസാനിക്കരുത് എന്നോ, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ ശാരീരിക മാനസികാവസ്ഥയിൽ നമ്മൾ ഒന്നുകൂടി പുനർജനിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും. പക്ഷെ അതൊരു ആഗ്രഹം മാത്രമാണ്. ഒരാഗ്രഹം മാത്രമാണ്. കാരണം ഇത് ഇത്രയും വിശേഷ ബുദ്ധി തന്ന ഇങ്ങനെ മനുഷ്യന്മാരോടല്ല ഉപദേശിച്ച് മനുഷ്യന്മാരോട് നമുക്ക് വിശേഷ ബുദ്ധി തന്നു എന്ന് നമുക്ക് തോന്നുന്നതാണ്. തലയിൽ ഒരു തേങ്ങ വീണാ പോണ വിശേഷ ബുദ്ധി നമുക്കുള്ളൂ. അള്ളാനെ നിഷേധിക്കുന്ന മനുഷ്യന്മാർ വരും എന്നുള്ളത് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാല് നമുക്ക് വിശേഷ ബുദ്ധി തന്നതല്ല, അത് നമുക്ക് നമ്മളുടെ ജൈവികമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമാണ്. ഒരു തേങ്ങ തലയിൽ വീണാ തീരുന്നുള്ളൂ നമ്മളെ വിശേഷ ബുദ്ധി, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ പോലത്തെ എന്തോ ഹലാക്കൊന്നുമില്ലത്. ഇത് നമ്മളെ തലച്ചോറ്, അതിനകത്തുള്ള ന്യൂറോൺസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു റിസൾട്ട് മാത്രമാണ് നമ്മളുടെ ബോധം, ബുദ്ധി, ഓർമ്മ എന്നൊക്കെ പറയണത്. അത് കേവലമായ ശാരീരികമായിട്ടുള്ള ആരോഗ്യാവസ്ഥയുടെ ലക്ഷണം മാത്രമാണ്. അതുകൊണ്ടുണ്ടാവുന്ന സാധനം മാത്രമാണ്. ശാരീരികമായിട്ടുള്ള ജൈവിക പ്രക്രിയകൾ അവസാനിക്കുമ്പോൾ ഇല്ലാതായി പോകുന്നതാണ് ഇതൊക്കെ. നിങ്ങൾ പറയുന്ന ചെയ്യുന്ന സത്യ നിങ്ങൾക്ക് തോന്നുന്നുള്ള ആയത്ത് ഇതിൽ തന്നെ ഉണ്ട്, സൂറത്ത് നംലില്. ഏതായത്ത്? ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ-ആഖിറതി സയ്യന്നാലഹും അഅമാലുഹും ഫഹും യഅ്മലൂൻ. പരലോകത്തിൽ വിശ്വസിക്കാത്തവരാരോ അവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നാം ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു. എന്തിന്? അങ്ങനെ അവർ ഭംഗിയായി തോന്നിപ്പിക്കുന്നത്?
അവരെത്ര കഠിന ശിക്ഷയുള്ളവർ, പരലോകത്താകട്ടെ അവർ തന്നെയായിരിക്കും ഏറ്റവും നിഷ്ഠ. അതെങ്ങനെയൊന്നും അല്ലെന്നേ. ഖുർആനില് അള്ളാഹു ഭൂമി സൃഷ്ടിക്കുന്ന അല്ല പിന്നെ നരകം സൃഷ്ടിച്ചത് എപ്പോഴാണെന്നും ഇബ്ലീസിന് ഉണ്ടായത് എപ്പോഴാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മളിത് സംസാരിച്ചിട്ടുള്ള മുമ്പ്. ഇത് അവിടുന്ന് ഇവിടുന്ന് ഓരോ ആയത്ത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കാൻ നോക്കും. പക്ഷെ ഇതിനെ സമഗ്രതയിലാണ് പഠിക്കേണ്ടത്. ഞാൻ മുമ്പ് സംസാരിച്ചിരുന്നത് എനിക്ക് അങ്ങനെ മനസ്സിലായി. എനിക്ക് ഓർമ്മയുണ്ട്. ഉണ്ടോ? ഈ നമ്പറിലല്ലേ ഞാൻ വിളിച്ചത്? നമ്പറൊന്നും വേണ്ട, നല്ല ബുദ്ധിയാണല്ലോ. ഓർമ്മയാണ്. അതാ പറഞ്ഞ നല്ല ഓർമ്മ അങ്ങ് ദീനു വേണ്ടി പ്രയോജനപ്പെടുത്തി, ഇസ്ലാമിന് വേണ്ടി. എന്താ ശരിക്കും ഇനി നല്ലതാണ്. എനിക്കറിയാം. നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 6 കുട്ടികൾ. 6 കുട്ടികൾ. എത്ര കുട്ടികൾ ഇപ്പൊ തലയിരിഞ്ഞു പോയി? തലയിരിഞ്ഞ ഒന്നാ. ഒന്നുള്ളൂ. ഇതാ അവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. തലയിരുന്നത് ഒന്നാ. ഓൻ തലയിരുന്നതോടുകൂടി ബാക്കിയുള്ളതിനൊക്കെ സംശയം കുടുങ്ങി. സാരല്ലാതെ ഞാൻ അതിൽ വിഷമിക്കുകയാണ്. ഇപ്പൊ എന്റെ വിഷമം നീ മാറ്റിക്കൊണ്ട് അതിലൊക്കെ നന്നാക്കി എടുക്ക്, എന്നെ കൊണ്ട് ആയെങ്കിൽ. ഇത്രയും നല്ല കുട്ടികളെ നിങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല. ഇത് ഒരു കാര്യം തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്ന അത്രയും പിന്നെ വേറെ എന്താ വേണ്ട ഒരു മനുഷ്യന്? എന്നാലും ഇങ്ങനെ ഖുർആൻ ഒരാൾ കൊണ്ട് ഉണ്ടാക്കാനാവില്ല ഒരു മനുഷ്യൻ. ഒരാളൊന്നും ഉണ്ടാക്കിയല്ലെന്നേ. ഇതൊക്കെ കുറെ ആളുകളുടെ കൈ, പിന്നെ എന്താ പറയാ, ഒരുപാട് ആളുകളുടെ ശ്രമം ഉണ്ട് ഇതിന്റെ പിന്നില്. നിങ്ങൾ ഖുർആൻ വായിക്കുന്ന ആളല്ലേ, ഞാൻ നിങ്ങൾ പറഞ്ഞത്. ഈ മക്കി ആയിട്ടുള്ള സൂറത്തുകൾ നോക്കുക ആദ്യം. കുറച്ച് സൂറത്തുകൾ ഓതുക. എന്നിട്ട് നിങ്ങൾ മദീന സൂറത്തുകൾ കുറച്ച് ഓതുക, മദനിയായിട്ടുള്ള സൂറത്തുകൾ. മദനിയായിട്ടുള്ള സൂറത്തുകളിലേക്ക് എത്തുമ്പോഴത്തേന് അതിന്റെ ആ ഒരു കാവ്യ ഭംഗിയും അതിന്റെ ആ ഒരു കവിതയൊക്കെ പോയി വരണ്ട ഗദ്യമായി മാറും മദീനയിലേക്ക് എത്തുമ്പോൾ. എന്തുകൊണ്ടാ വെച്ചാല് അന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഇപ്പൊ കൂടുതലുള്ള ആൾക്കാരും മാറി. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇതിനെ സൂക്ഷ്മതലത്തിലേക്ക് പോയി പഠിച്ചാൽ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. ഒക്കെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാർ എന്ന് പറയുമ്പോൾ പോലും ഒരാളെ ചീത്ത വിളിക്കുകയാണെങ്കിലും അതിനകത്തൊരു പ്രാസവും ഭംഗിയും സാധനമൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒന്നല്ല പിന്നെ മദീനയിൽ വരുമ്പോൾ. അവസാനം ആകുമ്പോഴത്തേക്ക് വളരെ വരണ്ടുണങ്ങിയ സാധനങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഒരുപാട് ആളുകളുടെ ഇൻഫ്ലുവൻസ് ഇതിനകത്തുണ്ട്. ഒരുപാട് ആളുകളിൽ നിന്ന് കിട്ടിയ കഥകളുണ്ട്. ഒരുപാട് പഴയകാല പിന്നെ കൾച്ചറിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. ഈവൻ നമ്മുടെ മനുസ്മൃതിയിലുള്ള സാധനം പോലും ഖുറാനിലുണ്ട്. അങ്ങനെയാണത്. നിങ്ങളെ സിറാത്ത് പാലമൊക്കെ നബി പറഞ്ഞിടത്തൊന്നല്ല, അതൊക്കെ സ്വരാഷ്ട്രീയൻ മതത്തിലുള്ള സാധനമാണ്. അങ്ങനെ കുറെ കഥകളുണ്ട്. അപ്പൊ ഇതൊക്കെ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ കഥകളെല്ലാം കൂടി അവനവന് യോജിക്കുന്ന രീതിയിൽ നമ്മൾ ഈ സിനിമ പാട്ടൊക്കെ ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരെ കേട്ടിട്ടുണ്ട്. അള്ളാനോക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഇതാക്കാനും ഒക്കെ അല്ലേ റസൂൽ പറയും. റസൂലും അത് ചെയ്തിട്ടുണ്ടല്ലോ. എന്നാലും റസൂൽ ഇതിനെ രാത്രി കാലിൽ നീര് വരുന്നവരെ നിന്ന് നിസ്കരിച്ചു നോക്കാം എന്നൊക്കെ നമ്മൾ റസൂലിനെ കുറിച്ചാണ് പറയല്ലേ. അപ്പൊ അത് പറയുന്നത് തെറ്റോ ഇതൊക്കെ ശരിയോ അങ്ങനെ ഏത് ശരി? റസൂലിനെ പറ്റി അന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് പറഞ്ഞല്ലേ, അത് മദ്ഹ് പറയല്ലേ. മദ്ഹ് പറയുമ്പോ എത്ര പറഞ്ഞുകൂടാത്തത്. ഇപ്പൊ നമ്മളെ AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച്, CM വലിയുള്ളതിനെ കുറിച്ച് എന്തെല്ലാം കഥകളുണ്ട് പഠിച്ചിറക്കിക്കണ്. അപ്പൊ നമ്മളാണ് വിശ്വസിക്കാം. നബി ആകാശയാത്ര പോയി ചന്ദ്രനെ പിളർത്തിയത് കണ്ടിട്ട് ഇവിടെ കേരളത്തിന് ഏതോ ചങ്ങാതി ഇസ്ലാം ദീൻ സ്വീകരിക്കാൻ പോയി എന്നൊക്കെ കഥയല്ലേ. ചരിത്രപരമായിട്ട് എന്തെങ്കിലും തെളിവുള്ളതാ? ഒരു തെളിവില്ല. അവിടെ പറയന്നെ. പക്ഷെ റസൂലിന്റെ ഹദീസുകളിൽ ഓരോന്നും പുലർന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഇതും പറഞ്ഞത് അവസാന നാളാകുമ്പോ അള്ളാന്ന് പറയാൻ ഒരാളുണ്ടാവില്ല, എപ്പോഴാ ഖിയാമത്ത് നാൾ വരികയെന്ന്. ഇങ്ങനെ നിങ്ങൾ പോലത്തോലൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടന്നാല് അങ്ങനെ വരും ചിലപ്പോ. എന്താ ഇങ്ങനത്തെ ഈ പിന്നെ പ്രവചനങ്ങളിലൊന്നും ഒരു അർത്ഥമില്ല. അള്ളാന്ന് പറയാനൊക്കെ അപ്പോഴും ആളുണ്ടാവും. അറബി ഭാഷ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി പോണ്ടേ അള്ളാന്ന് പറഞ്ഞ വാക്ക് ചിലപ്പോൾ ഇല്ലാണ്ടായി പോണെങ്കിൽ. എന്തായാലും ഞാൻ എന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോള് വരുന്നുണ്ട്. നമുക്ക് ഇനി സംസാരിക്കാം പിന്നെ. ശരി.